കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം എല്ലാ ദൈവദാസന്മാരെയും, എല്ലാ സഹോദരിമാരെയും സഹോദരന്മാരെയും, ബോഡി ഓഫ് ക്രൈസ്റ്റ് എല്ലാ അംഗങ്ങളെയും അറിയിക്കുകയാണ്. പ്രിയരെ, വളരെ നല്ലൊരു ദിവസം സ്വർഗത്തിലെ നമുക്ക് ദാനമായിട്ട് നൽകി. ദൈവം സൃഷ്ടിച്ചുണ്ടാക്കിയ ഭൂമിയിൽ ദൈവം നിയമിച്ചാക്കിയ പ്രഭാതത്തിൽ ഇത് കാണുവാൻ ദൈവം നമ്മളെ അനുവദിച്ചു. ഇതിന്റെ അർത്ഥം തന്നെ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇപ്പോഴുള്ള ഈ ഭൂമിയിലെ പദ്ധതി തീർന്നിട്ടില്ല. മറ്റേ രീതിയിൽ പറയാം, നമ്മുടെ പ്രവാസകാലം, നമ്മുടെ എക്സാമിനേഷൻ തീർന്നിട്ടില്ല. നമ്മളെ കഴിഞ്ഞ സന്ദേശത്തിൽ കേട്ടത് ഓർക്കുന്നുണ്ടോ? സങ്കീർത്തനം 11-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, യഹോവ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലുള്ള മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യും. ഹി ട്രൈസ് ദം. മനുഷ്യരെ പരിശോധിക്കുകയാണ്. അടുത്ത ഫേസിന് ഈ സഹോദരൻ, ഈ സഹോദരി കൊള്ളാവുന്നതാണോ അല്ലയോ? വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതം നയിക്കുക, നടത്തുക. ഈ ലോകത്തിന് അനുരൂപമരാകരുത്, ഈ ലോകത്തിന്റെ ആ ഫ്ലോയിൽ ഒഴുകരുത്. പകരം ദൈവം ഭൂമിയിൽ മനുഷ്യർക്ക് വെച്ച ആ ഫ്ലോയില് ഒഴുകുവാനായിട്ട് പ്രത്യേകിച്ച് നമ്മൾ ഓർക്കുക. ഇതാ ഇതിനിടയിൽ നമ്മൾ സ്ക്രീൻ കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. ആ സമയം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ടേക്കുണ്ട്. കാരണം ഈ മീറ്റിംഗ് ഫേസ്ബുക്കിൽ മാത്രമല്ല, സൂമിൽ കൂടി കടന്നു പോകുന്നതായിട്ട് ഉള്ളതുകൊണ്ട് ശ്രദ്ധയോടുകൂടെ പരസ്പരം ഒരു പ്രാർത്ഥനയോടുകൂടെ, കർത്താവേ എന്റെ സഹോദരങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കണം, ലുദിയായുടെ തുറന്നു കൊടുത്തതുപോലെ അവനവന് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥനയോടുകൂടെ നാം ആയിരിക്കും. പ്രിയ സഹോദരങ്ങളെ, ടേൺ ടുവേഴ്സ് ഇന്നർ ചർച്ച് എന്ന സന്ദേശത്തിൽ ഇതാ ദേവാലയ പണി മുടങ്ങുന്ന ചില സംഭവങ്ങളെ കുറിച്ചാണ് നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. പുറത്തെ ദേവാലയമല്ല, അകത്തെ ഒരു മനുഷ്യന്റെ ഉള്ളിലെ, നമ്മുടെ ശരീരത്തിന്റെ പുറത്ത് പല ദേവാലയങ്ങളുണ്ട്. പ്രധാനപ്പെട്ട ദേവാലയമാണ് ജെറുസലേം ദേവാലയം. അതൊക്കെ തകർക്കപ്പെട്ടു അല്ലേ? എന്നാൽ നമ്മുടെ അകത്തെ ദേവാലയം പണിയുന്നതിലാണ് ഇന്ന് സ്വർഗത്തിലെ ദൈവം ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതിന്റെ പ്രൊജക്ട് മാനേജറാണ് പരിശുദ്ധാത്മാവെന്ന് നാം മനസ്സിലാക്കി. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള കീ വാക്യം നമുക്ക് വായിച്ച് നമുക്ക് ആരംഭിക്കാം. ഇതുപോലുള്ള ബന്ധത്തില് ഇപ്പോൾ ഈ പണി മുടങ്ങി ഇരിക്കുന്നതിനെ കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാ എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 20 മുതലുള്ള വാക്യം അതിങ്ങനെ എഴുതിയിരിക്കുന്നു: ക്രിസ്തയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന് മേൽ പണിതിരിക്കും. ഇതൊരു ഓപ്പറേഷനാണ്, ഒരു ഓപ്പറേഷൻ കേട്ടോ. ഗോഡ്സ് ഓപ്പറേഷൻ ആൻഡ് ഡിവോഷൻ സൈഡ് എന്ന് നമ്മൾ പറഞ്ഞു. ഓപ്പറേഷൻ സൈഡ് ആൻഡ് ഡിവോഷൻ സൈഡ്, ഇത് ഓപ്പറേഷൻ സൈഡിന്റെ ഭാഗമാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. അവന് കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അതായത് ഒരു ദേവാലയമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വന്നു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരികയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അപ്പോ ഇവിടെ ഈ പണിയെ കുറിച്ച് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ പണി മുടക്കുന്ന പലതും നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ഉള്ളിലെ തന്നെ ചിന്തകൾ നമ്മളുടെ പണി മുടക്കിക്കളയും. പുറത്തുനിന്ന് വരുന്ന ചിന്തകൾ നമ്മുടെ പണി മുടക്കിക്കളയും. അപ്പോ ഇങ്ങനെ പണിമുടക്ക് അനുവദിക്കരുത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു കൂട്ടരെ കുറിച്ച് കർത്താവ് പറയുന്നത്, ഈ പണി ഉണ്ടെന്ന് പോലെ അറിയാൻ പാടില്ലാത്ത ഒരു കൂട്ടരുണ്ട്. എന്നാൽ അവർക്ക് ദൈവം ഈ വചനത്തിലൂടെ ജ്ഞാനം തരികയാണ്, ഇതാ ഇങ്ങനെ ഒരു പണിയുണ്ട്. പിന്നെ അടുത്തൊരു കൂട്ടരെ കുറിച്ച് കർത്താവ് ഓർപ്പിക്കുന്നു, ഇങ്ങനെ ഒരു പണി ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഇതിലേക്ക് തിരിഞ്ഞുപോലും നോക്കാത്ത ഒരു കൂട്ടരുണ്ട്. സഹോദരനെ, അത് അപകടമാണ്, അപകടം പിടിച്ചൊരു കൂട്ടമാണ്. കാരണം നമ്മൾ അറിയാതിരുന്നെങ്കിൽ അതിനേക്കാളും ഭേദമാണ്. അറിഞ്ഞിട്ടും അതിലേക്ക് തിരിഞ്ഞുപോലും നോക്കാതെ ഇരിക്കുമ്പോ, അതിനൊന്ന് ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോ നമ്മൾ ആരെയാണ് നിന്ദിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ സൃഷ്ടാവിനെയാണ്, നമ്മുടെ പിതാവിനെയാണ് നാം നിന്ദിക്കുന്നത്. അങ്ങനെ ചെയ്യരുത്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ആ അറിഞ്ഞതിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടും. അപ്പോ ആ ഒരു തലം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. ഇനി ഇത് പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോ, പഴയ നിയമത്തില് സോളമൻ ദേവാലയം പണിതു. അത് ബാബിലോണിയൻസ് അതിനെ തകർത്തു. പിന്നെ സെറുബാബേൽ അത് പുതുക്കി പണിതു. ആ പണിതുകൊണ്ടിരിക്കുമ്പോ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ട് പണി മുടങ്ങുന്ന രംഗമൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ ആ ഒരു രംഗം കൂടി ഒന്ന് വായിച്ചിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പണി മുടങ്ങുന്ന ഭാഗത്തേക്ക് നമുക്ക് തിരിയാം.
യാസനയുടെ പുസ്തകം 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ സെറുബ്ബാബേലിന്റെ നേതൃത്വത്തിലുള്ള ആ പണി നടക്കുകയാണ്. അപ്പോ അതിന്റെ 4-ാം അധ്യായം 24-ാം വാക്യം പറയുന്നു, ആ പണി മുടങ്ങിപ്പോയി. കാരണം ചുറ്റുപാടുള്ള ശത്രുക്കള് രാജാവിന്, ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുത്തു, ഈ ജനം, യഹൂദ ജനം ഇങ്ങനെ പണി ആരംഭിച്ചിട്ടുണ്ട്. ആ പണി മുന്നോട്ടേക്ക് പോയാൽ അവര് മതിലിന്റെയും അപ്പൊ തന്നെ ഈ ആലയത്തിന്റെയൊക്കെ പണി നടന്നു കഴിഞ്ഞാൽ പിന്നെ ഗവൺമെന്റിന് ഇടുന്ന ടാക്സ് ഒന്നും കിട്ടത്തില്ല. അങ്ങനെ ഗവൺമെന്റിന്റെ, രാജാവിന്റെ ശത്രുക്കളായിട്ട് മാറും, രാജാവിന് ഇവരുടെ സ്ഥാനമൊന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ചുറ്റുമുള്ള ശത്രുക്കളെ ലെറ്റർ ഇട്ടു രാജാവിന്. രാജാവ് ഒരു മറുപടി ലെറ്റർ ഇട്ടു, ഞാനൊന്ന് അന്വേഷിക്കട്ടെ, അതുവരെയും ആ ദേവാലയത്തിന്റെ പണി, ഈ പരിപാടികൾ, ആ പണികളൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ പണി സ്റ്റോപ്പായി. അവർ എഴുതിയിരിക്കുക ആ രംഗമാണ് കാണുന്നത്. അങ്ങനെ യെരൂശലേമിലെ ദേവാലയത്തിന്റെ പണി മുടങ്ങി. ദേവാലയത്തിന്റെ പണി മുടങ്ങി. പാർസി രാജാവായ ദാരിയവേശിന്റെ വാഴ്ചയുടെ 2-ാം ആണ്ട് വരെ പണി മുടങ്ങി കിടന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, ദേവാലയ പണി ആരംഭിച്ച കൂട്ടരുടെ ജീവിതത്തിൽ പണി മുടങ്ങി, പണി മുടങ്ങിപ്പോയി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, പ്രിയ സഹോദരിമാരെ, ദേവദാസന്മാരെ, ദേവദാസിമാരെ, നമ്മുടെ ജീവിതത്തിൽ ഈ പണി നടക്കുന്നുണ്ടോ? അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്. യേശു ആകുന്ന മൂലക്കല്ലിൽ നമ്മൾ അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്. പക്ഷെ പണി നടക്കുന്നുണ്ടോ? പണി നടക്കുന്നില്ല എങ്കിൽ അപകടമാണ്. ഇവിടെ പറയുന്നു ദേവാലയത്തിന്റെ പണി മുടങ്ങിപ്പോയി. അങ്ങനെ യെരൂശലേം ദേവാലയത്തിന്റെ പണി മുടങ്ങിപ്പോയി. നമ്മുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവാൽ പണിയുന്ന ദേവാലയത്തിന്റെ പണി നമ്മളുടെ അനാസ്ഥ കൊണ്ട് മുടങ്ങിപ്പോയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ചുറ്റും വരുന്ന കാര്യങ്ങളിലൂടെ പണി മുടങ്ങുകയാണ്. നമ്മൾ അതിനെല്ലാം റൈറ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ പണി മുടങ്ങുക. കഴിഞ്ഞ സന്ദേശത്തില് കുടുംബജീവിതമായുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചു പണി മുടങ്ങുന്ന കാര്യം. കാരണം കമ്മ്യൂണിക്കേഷൻ മുടങ്ങിയാൽ പണി മുടങ്ങും. കഴിഞ്ഞ സന്ദേശം നാം കേട്ടു, സ്നേഹമുണ്ടെങ്കിലും പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് കുടുംബജീവിതം തകർക്കപ്പെടുന്നു. 1 പത്രോസ് 3-ാം അധ്യായം നാം കേട്ടു. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലെങ്കിൽ പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരോടുകൂടെ വിവേകത്തോടുകൂടെ വസിച്ച്, അപ്പോ ഇംഗ്ലീഷിൽ അതിനെ നോളജ് എന്നാണ്, അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് പറയുന്നത്. സോറി, നോളജ് എന്നാണ് പറയുന്നത്, പരിജ്ഞാനം എന്നാണ് പറയുന്നത്. അപ്പോ അറിയേണ്ടത് അറിയാതെ നാം പ്രവർത്തിക്കുമ്പോഴാണ് അത് അപകടത്തിലേക്ക് പോകുന്നത്. വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ലാത്ത ഒരു വ്യക്തി അത് ഓടിക്കുമ്പോഴാണ് അത് അപകടത്തിലേക്ക് പോകുന്നത്. ചില നാളുകൾക്ക് മുമ്പ് ഞങ്ങളായിരിക്കുന്ന റാസൽഗേം എന്ന് പറഞ്ഞ പട്ടണത്തില് സ്കൂളിൽ പഠിക്കുന്ന ഒരു പൈതല്, തന്റെ അപ്പം വീട്ടിലില്ല, തന്റെ അപ്പം വീട്ടിലില്ലാത്ത സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന ഒരു പൈതല് വീട്ടിൽ കിടക്കുന്ന വണ്ടി, കാറ്, അതെടുത്ത് തന്റെ കൂട്ടുകാരൊക്കെ ആയിട്ട് അതിൽ കയറി. പുള്ളിക്ക് ലൈസൻസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൻ ഓടിക്കുന്നതായി കണ്ടിട്ടുണ്ടോ സൈഡിലിരുന്നുകൊണ്ട്. ഇതാ തന്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് വണ്ടി കയറ്റി, വണ്ടി വീടിന് വെളിയിലേക്ക് ഇറങ്ങി. വണ്ടി കൈ കിട്ടിയതല്ല, നല്ല സ്പീഡിൽ അടിച്ച് കത്തിച്ച് പോയി. ഓടിക്കാൻ അറിയാൻ പാടില്ലാത്ത ഈ കുട്ടി പോയി ഇടിച്ച് ഇതാ പല മരണങ്ങളും നടന്നു. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇതേപോലെ തന്നെയാണ് കുടുംബജീവിതവും. കുടുംബജീവിതത്തിൽ നാം അതിനെ ദൈവത്തിന് വചനം പറയുന്നത് അത് ഓടിക്കാനുള്ള പരിജ്ഞാനം നമുക്ക് ആവശ്യമാണ്. അപ്പോ അങ്ങനെയുള്ള വിഷയങ്ങൾ വന്ന് നമ്മുടെ അകത്തുള്ള ദേവാലയ കൺസ്ട്രക്ഷൻ മുടങ്ങിപ്പോകരുത്. അപ്പൊ കഴിഞ്ഞ സന്ദേശത്തില് ഭാര്യ ഭർത്താവ് ബന്ധത്തെ കുറിച്ച് ചെറുതായിട്ട് സൂചിപ്പിച്ചു. എന്നാൽ ഇന്ന് അതിലേക്കല്ല പോകുന്നത്. ഈ കുട്ടികളെ വളർത്താനും ഈ ഒരു പരിജ്ഞാനം നമുക്ക് ആവശ്യമാണ്. അല്ല എങ്കിൽ ഇവിടെയൊക്കെ നമ്മള് നശിച്ചു പോകാനായിട്ടിടയാം. ദൈവത്തിന്റെ വചനം പറയുന്നില്ല, പുരോഹിതന്മാരെ കുറിച്ചും പറയുന്നു, പരിജ്ഞാനമില്ലാത്തതിനാൽ, പുരോഹിതന് പരിജ്ഞാനമില്ലാത്തതിനാൽ നശിച്ചു പോണത് ജനമാണ്. പക്ഷെ 4:6 പറയുന്നു, പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് എന്റെ ജനം നശിച്ചു പോകുന്നു. അപ്പൊ എല്ലാവരും നശിക്കാൻ കാരണം അത് ഉപയോഗിക്കേണ്ട രീതി അറിയത്തില്ല. അപ്പോ ഇവിടെ
കഴിഞ്ഞ നാളുകളിൽ ഞാൻ ധാരാളമായിട്ട് കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്റെ കുഞ്ഞ്, എന്റെ മകൾ എന്നെ അനുസരിക്കുന്നില്ല. മകൻ അപ്പന് നേരെ കൈ ഉയർത്തുന്നു, അനുസരിക്കുന്നില്ല, പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഞങ്ങളോട് കൂടെ ആകുന്നില്ല. അവന് വേറൊരു ലോകമാണ്, ഞങ്ങളോട് നിൽക്കത്തില്ല. അവൻ വല്ലാതെയൊക്കെ പ്രവർത്തിക്കുന്നു, എന്താണെന്ന് അറിയത്തില്ല. ആള് മാറിയ പോലെ വേറെ രീതിയിൽ പ്രവർത്തിക്കുന്നു. ചില സമയത്തൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് കുടുംബത്തിൽ യാതൊരു സമാധാനമില്ല ബ്രദറെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അകത്ത് സമാധാനം വന്നെങ്കിൽ മാത്രമേ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കൂ. അപ്പൊ ഇതൊക്കെ ഡ്രൈവ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ഒരുവന്റെ കയ്യിൽ വണ്ടി കിട്ടുക അവസ്ഥ പോലെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അപ്പോ ആ കുഞ്ഞുങ്ങളുടെ തലത്തിലേക്ക് നമ്മള് ഒന്ന് തിരികുകയാണ്. അപ്പോ അവരെ എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത്? ഈ ഒരു തലം ദൈവത്തിൽ ആശ്രയിച്ച് ഒന്ന് അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുക. കാരണം ദേവാലയ പണി മുടങ്ങാനായിട്ട് ഒന്നിനെ അനുവദിക്കരുത്. ഇതുമായുള്ള ബന്ധത്തിൽ നമുക്ക് ഒരു ദൈവവചനം ഭാഗം വായിക്കാം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം അതിന്റെ 6-ാം വാക്യം. അവരെഴുതിയിരിക്കുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. Train up a child in the way he should go, and when he is old, he will not depart from it. What a safe word. ദൈവവചനം പറയുന്ന ഒരൊറ്റ കാര്യം, ഒരു ചെറിയ പീരീഡ്, അതായത് ബാലൻ എന്ന് ഒരു കുഞ്ഞിനെ വിളിക്കുന്ന ചെറിയൊരു പീരീഡ് അവനെ നീ ട്രെയിൻ ചെയ്യുന്നുവെങ്കിൽ അവന്റെ ഹോൾ പീരീഡ് അവൻ നല്ലതായിരിക്കും. ശ്രദ്ധിച്ചേ, ഒരു ചെറിയൊരു പീരീഡ് ബാലനെയാണ് ട്രെയിൻ ചെയ്യേണ്ടത്. യുവാവിനെ ട്രെയിൻ ചെയ്യുന്ന കാര്യമല്ല അവിടെ പറയുന്നത്. ഒരു വിവാഹം കഴിഞ്ഞ ഒരു വ്യക്തിയെ ട്രെയിൻ ചെയ്യുന്ന കാര്യമല്ല പറയുന്നത്. ഒരു വൃദ്ധനെ ട്രെയിൻ ചെയ്യുന്ന കാര്യമല്ല പറയുന്നത്. ആരെയാ ട്രെയിൻ ചെയ്യണ്ടേ? ഒരു ബാലനെ ട്രെയിൻ ചെയ്താൽ ഡൺ, ഫിനിഷ്. ആ ഒരു പോയിന്റിൽ തെറ്റിയാൽ പിന്നെ സ്ട്രഗിൾ ആയിരിക്കും. ഈ ചെറിയ തൈയായിട്ടൊരു വൃക്ഷം വളരും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിഞ്ഞു കിടക്കും. കഴിഞ്ഞ ദിവസം ഞാൻ കർത്താവ് തന്ന ട്രെയിനിങ്ങിനായിട്ട് തന്ന ഒരു കൊച്ചു തോട്ടമുണ്ട്. അതില് അഗസ്തി എന്ന് പറയുന്ന ഒരു ചീര എന്നാ പറയുന്നത്, പക്ഷെ ചീരയല്ല, അതൊരു 7 അടി ഒരു 6-7 മീറ്റർ ഒക്കെ മുകളിലേക്ക് വളരുന്ന ഒരു വൃക്ഷമാണ്. അപ്പൊ അത് ഞാൻ കൊണ്ട് നടുവാനായിട്ട് ഇടയായി. അപ്പൊ ഞാൻ നടുവാനായിട്ട് ഇടയായി കഴിഞ്ഞപ്പോ ചെന്ന് കഴിഞ്ഞപ്പോ അതിനെ കാണാനില്ല. അതിനെ കാണാതില്ല, മുളച്ചു വന്നതാ. അത് കുറച്ചധികം നട്ടിട്ടോ 2-3 പിടിച്ചു. അതിനെ കാണാനില്ല. തപ്പി നോക്കിയപ്പോ അവിടെ വേറൊരു കോവലുണ്ട്. ആ കോവല് വന്ന് കയറിയിട്ട് അതിനെ മറിച്ചിട്ടിരിക്കുക. ഞാൻ എന്ത് ചെയ്തു, അതിനെ മാറ്റി കോവലിന് സെപ്പറേറ്റ് ഒരു ലൈൻ കൊടുത്തു. ആ ചരിഞ്ഞു കിടക്കുന്ന ആ കൊച്ചു തൈ, ഇത്ര ഉള്ളത് തൈ, ആ തൈയെ നേരെ ആക്കാനുള്ള ക്രമീകരണം ചെയ്തു. തുടർന്ന് തന്നെ സൂര്യന്റെ ചൂടിലെ 1-2 ദിവസം നിന്നപ്പോ അത് വളഞ്ഞു പോയാൽ നേരെയായി. ശ്രദ്ധിച്ചേ. എന്നാൽ ഈ ചെടിയെ ഇപ്പൊ അത് കൊച്ചു ചെടിയാ, തയ്യാ. ഇത് ഒരു 5 മീറ്റർ മുകളിലേക്ക് വളർന്ന് ഒരു തടി ആയി കഴിഞ്ഞാൽ എനിക്ക് മാറ്റാൻ പറ്റും? വലിയ പാടാ. ഇതേപോലെയാണ് ഒരു ബാലൻ
വളർന്ന ഒരു യുവാവായാൽ മാറ്റാൻ ശ്രമിക്കുന്നത്. ഇത് യുവതിയും അങ്ങനെ തന്നെയാണോ? ശ്രമിച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം, വചനം പറയുന്ന ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. എപ്പോഴാണ് ട്രെയിൻ ചെയ്യേണ്ടത്? അവൻ കുഞ്ഞായിരിക്കുമ്പോ, ബാലനായിരിക്കുമ്പോ, ബാലികയായിരിക്കുമ്പോ ആണ് ട്രെയിനിങ് വേണം. അപ്പൊ അതിനുശേഷം വേണം. അതിനുശേഷം ഉള്ള ട്രെയിനിങ് എടുക്കണോ വേണ്ടതെന്ന് അവരാ തീരുമാനിക്കണം. അപ്പൊ ഇതിന്റെ പുറകിൽ, ഈ ദൈവവചനം പറയുന്നതിന്റെ പുറകിലെ ഒരു സത്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ കുറച്ച് സയൻസും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മെഡിക്കൽ സയൻസ് നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ സൈക്കോളജി നാം മനസ്സിലാക്കുമ്പോൾ, ഇത് അറിഞ്ഞിട്ടല്ല അവര് പറയുന്നത്. അവിടെ പറയുന്ന ഒരു കാര്യം, ഒരു കുഞ്ഞിന് 7 വയസ്സ് വരെ ആ കുഞ്ഞിന്റെ മനസ്സ്, കോൺഷ്യസ് മൈൻഡ് ഡെവലപ്പ് ചെയ്യുന്നില്ല. അറൗണ്ട് 7ാമത്തെ വയസ്സിലാണ്, 6-7 വയസ്സിനോട് കൂടെയാണ് ആ കുഞ്ഞിന്റെ കോൺഷ്യസ് മൈൻഡ് ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഒരു പീരീഡില് ആ കുഞ്ഞ് വളർന്നു വരുന്ന ചുറ്റുപാടുകൾ, അതായത് ഒരു മാതാവിന്റെ ഉദരത്തിൽ വളർന്നു വരുന്ന കുഞ്ഞ്, അതിന്റെ അവയവങ്ങളൊക്കെ ഒരുവിധം എല്ലാം ഒന്ന് ഫോമായി വരുന്നത് ഏകദേശം ഒരു 6 മാസം കൊണ്ടാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതുവരെ ഡെവലപ്പ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള 3 മാസം അതിന്റെ പെർഫെക്ഷനിലേക്ക് അത് വരികയാണ്, 9 മാസം വരെ. എന്നാൽ ഈ 6 മാസം കഴിഞ്ഞിട്ട് അവസാനത്തെ 3 മാസം മുതൽ ഇതാ അതിന്റെ മൈൻഡ് രൂപപ്പെടുന്ന സമയം. അപ്പോ ഈ മൈൻഡ് രൂപപ്പെടുമ്പോ, ഈ കോൺഷ്യസ് മൈൻഡ് രൂപപ്പെടുന്നത്, അതിന്റെ ആ പെർഫെക്ഷനിലേക്ക് അത് എത്തുന്നത് ഏകദേശം 7 വയസ്സിലേക്ക് എത്തുമ്പോഴാണ്. അതുവരെ ഈ കുഞ്ഞിന്റെ ഉള്ളിലേക്ക് കയറി വരുന്നത് മുഴുവൻ ഡയറക്റ്റ് കടന്നു പോകുന്നത് കുഞ്ഞിന്റെ ഹൃദയത്തിലേക്കാണ്. സയൻസിന്റെ ഭാഷയെ പറഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ്. സബ് എന്ന് വെച്ചാൽ ബിലോ. ആ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്തു പോയാലും അത് അൺകോൺഷ്യസ് ആണ്. ഈ കുഞ്ഞിന്റെ ജീവിതത്തിലേക്ക് ചെല്ലുന്നതെല്ലാം ഒരു ക്യാമറയിൽ എന്തൊക്കെ എടുക്കുന്നുവോ ആ എടുക്കുന്നത് അങ്ങനെ തന്നെ, യാതൊരു ചെക്കിങ്ങും ഇല്ലാതെ നേരെ പോകുന്നത് ആ കുഞ്ഞിന്റെ സബ് കോൺഷ്യസ് ഓർ അൺകോൺഷ്യസ്, ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹൃദയത്തിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ സൺഡേയിലെ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ പണി മുഴുവൻ നടക്കുന്നത് അകത്തല്ലേ. അകത്താ. ടേൺ ടുവേഴ്സ് ഇന്നർ ചർച്ച് എന്നല്ലേ പറയുന്നത്. അപ്പോ അതിന്റെ എഞ്ചിനീയർ ആരാണ്? ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ദ ഹാർട്ട് ആൻഡ് മൈൻഡ്, ഗോഡ്സ് ഇൻവിസിബിൾ എഞ്ചിനീയറിംഗ്, ദൈവത്തിന്റെ അദൃശ്യമായ എഞ്ചിനീയറിംഗ്. അപ്പോ അതൊക്കെ നമുക്ക് മനസ്സിലാക്കിയാൽ വളരെ വേഗത്തില് ഈ കൺസ്ട്രക്ഷൻ നമുക്ക് സഹകരിക്കുവാനായിട്ട് കഴിയും. ദൈവം തരാഞ്ഞിട്ടല്ല, തരുന്നുണ്ട്. പക്ഷെ നമുക്ക് പലർക്കും സമയമില്ല ആ ഭാഗത്തേക്ക് ചിന്തിക്കാൻ. എങ്കിലും പ്രിയ സഹോദരങ്ങളെ, സമയം ഉണ്ടാക്കി നാം അത് മനസ്സിലാക്കുക. കാരണം നിൽക്കുന്നതൊന്നേയുള്ളൂ ഇളകാത്ത രാജ്യമാ, എൻ സ്വന്ത ഭവനമാ ദൈവത്തിൻ രാജ്യമേ. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനും പറ്റില്ല. പക്ഷെ കൊണ്ടുപോകാൻ പറ്റിയ ഒന്നേ ഉള്ളൂ. അപ്പോ അത് അദൃശ്യമായ ദൈവരാജ്യമായി. ഇതുകൊണ്ട് മിസ്റ്റർ പൗലോസൊക്കെ പറയുന്നത്, ഞങ്ങൾ കാണുന്നതിനെയല്ല കാണാത്തതിനെ നോക്കി പാർക്കുക. കാണാത്തത്, അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കും. അപ്പോ ഒരു കുഞ്ഞ് വളരുമ്പോ അതിന്റെ 7 വയസ്സ് വരെ, ബൈബിള് പറയുന്നതല്ല കേട്ടോ, ശാസ്ത്രം പറയുന്ന. ബൈബിള് പറയുന്നത് അതിന്റെ റിയൽ കണ്ടന്റ് പറയുന്നത്
ആ ബാലൻ നടക്കേണ്ടുന്ന വഴി ചെറുപ്പത്തിൽ അതിനെ അഭ്യസിക്കും. അപ്പോ ഈ 7 വയസ്സ് വരെ കുഞ്ഞെന്ന് പറയുന്നത് ഇതാ യാതൊരു സെക്യൂരിറ്റിയും ഇല്ലാതെ, ഇതാ ഒരു ബിൽഡിംഗ് യാതൊരു സെക്യൂരിറ്റിയും ഇല്ല, അതിലേക്ക് ആർക്ക് വേണമെങ്കിലും കയറി വരാം എന്നതുപോലെയുള്ള ഒരു അവസ്ഥയാണ് ഒരു 7 വയസ്സ് വരെ. അപ്പൊ ഈ സമയത്ത് ആ കുഞ്ഞിന്റെ സെക്യൂരിറ്റി ആരായിരിക്കണം? മാതാവും പിതാവും ആ കുഞ്ഞിന്റെ ചുറ്റും അതിനെ ട്രെയിൻ ചെയ്യണം. അപ്പൊ അവരാണ് അതിന്റെ സെക്യൂരിറ്റി. അവരാണ് ആ കുഞ്ഞിനെ ഒരുക്കിയെടുക്കുന്നത്. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ട്രെയിൻ അപ്പ് എ ചൈൽഡ്. എപ്പോഴാണ് അവൻ ആ ചൈൽഡ് അല്ലെങ്കിൽ ബാലൻ എന്നുള്ള നിലയിലായിരിക്കുമ്പോൾ നീ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ അത് അവന്റെ ജീവിതത്തിലെ ഫൗണ്ടേഷൻ ആണ്. ഫൗണ്ടേഷൻ. അവൻ വൃദ്ധനായാലും ശ്രദ്ധിച്ചേ, അങ്ങ് അറ്റം വരെ പോയാലും അവൻ അത് വിട്ടുമാറത്തില്ല. കാരണം എന്താ? ഈ ബാലന്റെ അല്ലെങ്കിൽ ബാലികയുടെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്ന ആ ചിന്തകൾ അവിടെ ഉണ്ടെന്ന് പോലും ആ വ്യക്തിക്ക് അറിയത്തില്ല. അവിടെ ഉണ്ടെന്ന് പോലും ആ വ്യക്തിക്ക് അറിയത്തില്ല. ഇനി ആ ജീവിതത്തിൽ എപ്പോഴും പ്രവർത്തിക്കുന്ന പ്രവർത്തനം ഈ അറിവില്ലാത്ത ഹൃദയത്തിൽ നിന്ന്, നമുക്ക് അറിയാൻ പാടില്ല ഹൃദയത്തെ കുറിച്ച്, അവിടെ നിന്ന് വരുന്നതായിരിക്കും. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം സദൃശവാക്യം 4:23 പറയുന്നത്, കീപ് ആൻഡ് ഗാർഡ് യുവർ ഹാർട്ട് വിത്ത് ഓൾ വിജിലൻസ്. നിന്റെ ഹൃദയത്തെ സകല ജാഗ്രതയോടും കൂടെ നീ സൂക്ഷിക്കുക. കാരണം ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും, ദ ഇഷ്യൂസ് ഓഫ് ലൈഫ് is coming out of that. അതിൽ നിന്നല്ലോ പുറത്തേക്ക് ഇറങ്ങുന്നത്. ശ്രദ്ധിച്ചേ, അപ്പൊ നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത് ആരാ? നമ്മുടെ ഹൃദയമാണ്. നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത് നമ്മുടെ ഹൃദയമാണ്. ഇത് ഒരു ഓട്ടോ പൈലറ്റ് പോലെ ഓട്ടോമാറ്റിക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെയാണ് ഈ ഹൃദയം എന്ന് ബൈബിളിൽ പറയുന്നത്. എന്നാൽ അതിന്റെ മുകളിലുള്ള, അതിന്റെ എൻട്രൻസിലുള്ള വാച്ച്മാന്റെ പേരാണ് കോൺഷ്യസ് മൈൻഡ്. വാച്ച്മാനാണ് കോൺഷ്യസ് മൈൻഡ്. ആ വാച്ച്മാൻ രൂപപ്പെടണമെങ്കിൽ, ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ആ വാച്ച്മാൻ രൂപപ്പെടണമെങ്കിൽ ഏകദേശം 7 വയസ്സാകുമ്പോഴാണ് ആ വാച്ച്മാൻ രൂപപ്പെടുന്നത്, അതിന്റെ പെർഫെക്ഷനിലേക്ക് എത്തുന്നത്. ഇതാണ് സയൻസ് പറയുന്നത്. അപ്പോ അതുവരെ ആ കുഞ്ഞിന്റെ ജീവിതത്തിന്റെ ചുറ്റുപാടിൽ എന്തൊക്കെ നടക്കുന്നുവോ അതെല്ലാം ആ കുഞ്ഞിന്റെ അൺകോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. വാച്ച്മാൻ ഇല്ല അവിടെ. അപ്പൊ ഈ സമയത്ത് പാരന്റ്സ് ആയിരിക്കണം അവിടുത്തെ വാച്ച്മാൻ. ഈ സമയത്ത് ആ കുഞ്ഞിനെ ട്രെയിൻ ചെയ്യിക്കണം. ഈ 7 വയസ്സ് വരെ അകത്തേക്ക് പോയത് എന്താണെന്ന് പോലും കുട്ടിക്ക് പോലും അറിയത്തില്ല. എല്ലാം അവിടെ സ്റ്റോറായി കിടക്കുക. 7 വയസ്സിന് ശേഷം ഇതാ ആ കോൺഷ്യസ് മൈൻഡ് രൂപപ്പെട്ട് കഴിഞ്ഞാൽ തുടർന്ന് കുട്ടി ഇനി തന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് വേണോ വേണ്ടെന്ന് തീരുമാനിക്കും. കുട്ടിയുടെ ഇഷ്ടമനുസരിച്ച് വേണോ വേണ്ടെന്ന് തീരുമാനിക്കും. അതായത് നന്മയും തിന്മയും കുട്ടി തിരിച്ചറിയാൻ തുടങ്ങും. ഇതാണ് പിതാവായ ദൈവവും ഉൽപ്പത്തിയിൽ പറഞ്ഞത്. മനുഷ്യർ നന്മ തിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്ന് നമ്മിൽ ഒരുവനെ പോലെ നന്മയും തിന്മയും തിരിച്ചറിയുവാൻ അവന്റെ കണ്ണ് തുറന്നിരിക്കുക. അവന്റെ കണ്ണ് തുറന്നു. ഈ കണ്ണാണ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ മൈൻഡ് എന്ന് പറയുന്ന സാധനം. അപ്പൊ ഇതൊരു കുട്ടിക്ക് രൂപപ്പെടുന്നത്, നിങ്ങൾ മറ്റേ സന്ദേശം കൂടി കേട്ടെങ്കിൽ ഇത് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ഇതാ ആയിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച സംസാരിച്ചത്, ഗോഡ്സ് ഇൻവിസിബിൾ എഞ്ചിനീയർ. അതിന്റെ ഫസ്റ്റ് പാർട്ടാണ് സംസാരിച്ചത്. അപ്പോ ഇതുമായുള്ള ബന്ധത്തില് മനുഷ്യനിലെ വാച്ച്മാൻ രൂപപ്പെടുന്നത്, മൈൻഡ് എന്ന വാച്ച്മാൻ രൂപപ്പെടുന്നത് ഏകദേശം 7ാമത്തെ വയസ്സിലാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോ ബൈബിള് പറയുന്നു, ഇതാ നിന്റെ ഹൃദയത്തിലേക്ക് വരുന്നത് നീ സൂക്ഷിച്ചു കൊള്ളണം. കാരണം ജീവിതത്തിൽ വരുന്ന സകലതും അതിനുള്ളിൽ നിന്നാ വരുന്നേ. അപ്പൊ സൂക്ഷിക്കണം. ആര് സൂക്ഷിക്കാനാ?
ഇവിടെ വാച്ച്മാനൊന്നും ഇല്ലല്ലോ. ഉണ്ടല്ലോ, വാച്ച്മാൻ ഉണ്ടല്ലോ. അതല്ലേ ദൈവം വെച്ചിരിക്കണം മൈൻഡ്. നിന്റെ മനസ്സ് വേണം എന്ത് കേട്ടണം എന്ത് കേട്ടണ്ടാന്ന് തീരുമാനിക്കാൻ, എന്ത് അകത്തേക്ക് വേണം വേണ്ടാന്ന് തീരുമാനിക്കാൻ. ഇതാ നമ്മള് നിങ്ങളുടെ മുമ്പില് ഒരു ഫുഡ് കൊണ്ടുവച്ചു. ഇതാ അതില് ചിക്കൻ ഉണ്ട്, മട്ടൻ ഉണ്ട്, പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ട്, പിന്നെ ഇതാ നിങ്ങൾക്ക് കുറെ വെജിറ്റബിൾ ഉണ്ട്. ശ്രദ്ധിച്ചേ, ഇത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാണ് അവിടെ ഇരിക്കണം. നിങ്ങളെല്ലാം എടുക്കില്ല. കാരണം ചിലർക്ക് പാവയ്ക്ക വലിയ ഇഷ്ടമാണ്, അതവർ തെരഞ്ഞെടുക്കും. ചിലര് എനിക്ക് അത് വേണ്ട, എനിക്ക് ചിക്കൻ മതി, അത് തെരഞ്ഞെടുക്കും. അപ്പൊ ഇത് ആരും ഇതൊക്കെ തെരഞ്ഞെടുക്കണേ? തന്റെ വയറ്റിലേക്ക് ഇന്നത് പോയാൽ മതി, ഇന്നത് പോകണ്ടെന്ന് തീരുമാനിച്ചതാരാ? ആ കോൺഷ്യസ് മൈൻഡാണ്. അദ്ദേഹമാണ് വാച്ച്മാൻ. അദ്ദേഹമാണ് വാച്ച്മാൻ. അത് സ്റ്റൊമക്കിലേക്കാണ്. ഇതേപോലെ ഹൃദയത്തിലേക്ക് പോകുന്നത് തീരുമാനിക്കുന്നത് കോൺഷ്യസ് മൈൻഡാണ്. പുള്ളിയാണ് വാച്ച്മാൻ. അപ്പോ ഈ വാച്ച്മാൻ അലർട്ടായിരിക്കണം. ഈ വാച്ച്മാൻ ഒരു വ്യക്തിയിൽ രൂപപ്പെടുന്നത് ആ വ്യക്തിയുടെ 7 വയസ്സ് വരെയുള്ള സമയത്തിൽ എത്തുമ്പോഴാണ് വാച്ച്മാൻ രൂപപ്പെടുന്നത്. അതുവരെയും ഇതാ ഈ കുഞ്ഞിന്റെ വാച്ച്മാൻ എന്ന് പറയുന്ന കുഞ്ഞിന്റെ ചുറ്റുമുള്ള വ്യക്തിത്വങ്ങളാണ്, അല്ലെങ്കിൽ മാതാപിതാക്കന്മാരാണ്. അവരത് ശ്രദ്ധിച്ചില്ല എങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? ഈ വാച്ച്മാൻ ഇല്ലാതിരിക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ ഹൃദയം അവിടെ ഉണ്ട്. ആ ഹൃദയത്തിലേക്ക് കാണുന്നത് മുഴുവൻ എല്ലാം നന്മയും തിന്മയും എല്ലാം അടിച്ചു കയറും. അതാണ് ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഫൗണ്ടേഷൻ. എന്നിട്ട് ഈ പരിജ്ഞാനം നമുക്ക് ആവശ്യമാണ്. ഈ പരിജ്ഞാനം ആവശ്യമാണ്. പിന്നെ ആ കുഞ്ഞ് വളർന്നു വരുമ്പോ അപ്പൊ ഒന്നും വലിയ കുഴപ്പമുണ്ടാകത്തില്ല. ശ്രദ്ധിച്ചേ, കുറച്ചങ്ങ് കയറി തുടങ്ങുമ്പോൾ ആ വ്യക്തിയുടെ അകത്തേക്ക് കയറിയത് റിബിലിയസ് തിന്മയായ കാര്യങ്ങളാണ് അകത്തേക്ക് പോയതെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ കുഞ്ഞ് നിങ്ങൾക്ക് എതിരെ സംസാരിക്കാൻ തുടങ്ങും. കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ, അപ്പന്റെയൊക്കെ അത്രയും ശരീരമായി കഴിഞ്ഞാൽ, പിന്നെ അപ്പൻ ഉപദേശിക്കാൻ ചെന്നാൽ ചിലപ്പോ കുഞ്ഞ് കൈ ഉയർത്താൻ തുടങ്ങും. ഇതൊക്കെ കാരണം അകത്തേക്ക് പോയ ചിന്തകളാ, ഓൾറെഡി കിടക്കുന്ന ചിന്തകളാ. റിബലിയസ് നേച്ചർ അകത്ത് കിടക്കുന്നേ. ഇതാ കുറച്ചും കൂടി അങ്ങ് ആയി കഴിഞ്ഞാൽ, ഇതാ എന്തെങ്കിലും ഒരു ജോലി കിട്ടി, ഒരു ശമ്പളമോ 2 ശമ്പളമോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിക്ക് പിന്നെ നിങ്ങളെ വേണ്ട, ആ ലെവലിലേക്ക് തിരിയും. അപ്പൊ ഇതൊക്കെ തീരുമാനിക്കുന്ന സമയമാണ് ഈ ഒരു 7 വയസ്സ് വരെയുള്ള പീരീഡിൽ നമ്മൾ കൊടുക്കുന്ന ആ ട്രെയിനിങ്. ഇതുകൊണ്ടാണ് കർത്താവിന്റെ വചനം പറയുന്നത്, ബാലൻ നടക്കേണ്ടുന്ന വഴി അവന്റെ ചെറുപ്പത്തിൽ തന്നെ അഭ്യസിപ്പിക്കണം. അതുകൊണ്ട് എന്താ ഗുണമുണ്ട്? വൃദ്ധനായാലും അവൻ വിട്ടുമാറത്തില്ല. കണ്ടോ, വൃദ്ധനായാലും വിട്ടുമാറത്തില്ല. ഇത് നമ്മൾ വളരെ സൂക്ഷിച്ചുകൊള്ളണം. ഇതാ ഇന്ന് ഞാൻ കേൾക്കുന്ന പല കംപ്ലൈന്റുകളും എന്ന് പറയുന്നത്, ഈ അപ്പനെ അനുസരിക്കുന്നില്ല, അതെടുത്ത് എറിഞ്ഞു പൊട്ടിക്കുന്നു, ഇത് നശിപ്പിച്ച് കളയുന്നു, അങ്ങനെ കുടുംബത്തിനൊരു സമാധാനമില്ല. ധനമൊക്കെ ധാരാളം ഉണ്ട്, സമാധാനമില്ല. ഞങ്ങളുടെ കൂടെ അല്ല, ആള് വേറൊരു തലത്തിലേക്ക് ഓടിക്കും. പ്രിയ സഹോദരികളെ ശ്രദ്ധിച്ചാട്ടെ, ഇന്ന് കുട്ടികളെ അടക്കിയിരുത്താൻ വേണ്ടി മാതാപിതാക്കന്മാർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. വെറും വിഡ്ഢിത്തമായ ഒരു പരിപാടിയാണ്. അവർക്ക് നേരെ ഇന്റർനെറ്റ് കണക്ട് ചെയ്ത മൊബൈൽ കയ്യിലേക്ക് കിട്ടും. എന്നിട്ട് അവരതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണ കാണുമ്പോൾ, എന്റെ മോന് അയ്യോ അവള് ചെയ്യുന്നുണ്ടോ, അത് അവർക്ക് അഭിമാനമായിട്ട് അവര് പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഏൽപ്പിച്ചിട്ട് അങ്ങ് പോവുക. അവർ ഏതൊക്കെ സൈറ്റിലാണ് പോണേ, എന്തൊക്കെയാണ് കാണുന്നത്, എന്തൊക്കെ രൂപത്തിലുള്ള ക്രമീകരണങ്ങളാണ് അവരിലേക്ക് വരുന്നത്, ഒന്ന് ശ്രദ്ധിക്കാതെ എനിക്ക് സ്വസ്ഥമായിട്ടിരുന്ന സീരിയൽ കാണുകയോ, എനിക്ക് സ്വസ്ഥമായിട്ടിരുന്ന 2 പേരോട് വർത്താനം പറയുകയോ, എനിക്ക് സ്വസ്ഥമായിരുന്ന അടുക്കളയിൽ നിന്ന് പണി ചെയ്യുകയൊക്കെ ചെയ്യാം, അതവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നോളൂല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വിഡ്ഢിത്തം കാണിക്കുന്ന ഒരു മേഖലയുണ്ട്. എന്തുകൊണ്ടാണ് വിഡ്ഢിത്തം അവർ കാണിക്കുന്നത്? ഈ ഒരു സംഭവം അവർക്ക് അറിയത്തില്ല. ഏകദേശം 7 വയസ്സ് വരെ ഒരു വാച്ച്മാനും ആ കുഞ്ഞിന്റെ ജീവിതത്തിലില്ല.
നേരെ എല്ലാം സബ് കോൺഷ്യസ് അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഡൗൺലോഡ്, കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്യുന്ന, ഇന്റർനെറ്റിൽ ഡൗൺലോഡ് ചെയ്യുന്ന പറയുന്നില്ലേ, ഫോണിൽ പോയിട്ട് ഇതാ പ്ലേ സ്റ്റോറിൽ പോകുന്നു അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോകുന്നു. ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ഉടനെ തന്നെ ഏത് പ്രോഗ്രാമാണ് വേണ്ടത് അത് സെലക്ട് ചെയ്തു, ഇതാ ഡൗൺലോഡ് ബട്ടൺ പ്രസ് ചെയ്തു, ഉടനെ അത് ഡൗൺലോഡ് ആയി, ഇതാ ഇൻസ്റ്റാൾ ആയി, ഇൻസ്റ്റാൾ ബട്ടൺ പ്രസ് ചെയ്ത് ഇൻസ്റ്റാൾ ആയി. ഇതേപോലെ തന്നെ ഇതാ അവിടെ നമ്മളുണ്ട് കൺട്രോൾ ചെയ്യാനായിട്ട്. പക്ഷെ ഇവിടെ വാച്ച്മാൻ ഇല്ല. കുഞ്ഞ് എന്നാ കാണുന്നോ എന്നാ കേൾക്കുന്നോ അത് ഡയറക്റ്റ് ഹൃദയത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും, ഡയറക്റ്റ് ഹൃദയത്തിലേക്ക്. അത് കുഞ്ഞിനും അറിയത്തില്ല. കുഞ്ഞു പോകുമ്പോ നല്ല എന്റർടൈൻമെന്റ് ആണ്. ഒരു മൃഗം വരുന്നു, ആ മൃഗം ഇതാ വേറൊരു മൃഗത്തെ വിഴുങ്ങുന്നു. അപ്പൊ ഒരാൾ വാക്കത്തിൽ വലിയൊരു സാധനം കൊണ്ട് വേറെ വെട്ടിക്കൊല്ലുന്നു. എല്ലാം കേറിക്കൊണ്ടിരിക്കുക അകത്തേക്ക്. കുഞ്ഞു എല്ലാം കാണുന്നുണ്ടോ? അതാണ് കുറച്ച് കഴിയുമ്പോ അവനെ അപ്പനെ വെട്ടി കഷ്ണം കഷ്ണമാക്കി കൈകളും കാലുകളും ഒക്കെ വേറെ വേറെ സ്ഥലത്ത് കൊണ്ടിടാനായിട്ട് അവന്റെ അകത്തുനിന്ന് വന്ന സംഭവം. അവനെ ആര് പറഞ്ഞു കൊടുത്തു? സ്കൂളിലെങ്ങും അവനെന്ന് പഠിപ്പിച്ചിട്ടില്ല. വേറെ ആരും പഠിപ്പിച്ചില്ല. പിന്നെ എവിടെ നിന്ന് അവനിത് പഠിച്ചു? അവൻ പഠിച്ചത് ചെറുപ്പത്തിലെ അവന്റെ അകത്തേക്ക് കയറിയ സംഭവങ്ങൾ അവനെ ഓട്ടോമാറ്റിക് ഗൈഡ് ചെയ്യും. അതായത് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ആരെങ്കിലും വേണ്ട. ശാസ്ത്രം അതിശയിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹൂ ഈസ് ഡ്രൈവിംഗ് ദിസ് പേഴ്സൺ? ആരാണ് ഇവനെ നയിക്കുന്നത്, നടത്തുന്നത്? അവർക്ക് അറിയത്തില്ല ഇതുവരെ. അവർ തപ്പിക്കൊണ്ടിരിക്കുക. പക്ഷെ ബൈബിളിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവാം, വേറൊന്നുമല്ല, ദ ഹിഡൻ മാൻ ഓഫ് ദ ഹാർട്ട്. ദൈവത്തിന്റെ വചനം പറയുന്നു ഹൃദയത്തിലെ ഗൂഢമനുഷ്യൻ. ശാസ്ത്രത്തിന് പിടുത്തം കിട്ടിയിട്ടില്ല ഈ വ്യക്തിയെ. ഹൃദയത്തിലെ ഗൂഢമനുഷ്യൻ, ഗൂഢം വെച്ചാൽ മറഞ്ഞിരിക്കുന്ന ഹിഡൻ മാൻ. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് ആ ഹിഡൻ മാന് സൗമ്യതയും സാവധാനവും ഉണ്ടെങ്കിൽ ആ ദൈവത്തിന് വിലയേറിയതാണ്. 1 പത്രോസ് 3-ാം അധ്യായത്തിൽ പറയുന്ന കാര്യമാണ്. ആ ദൈവത്തിന് വിലയേറിയതാണ്. പക്ഷെ ആ ഹിഡൻ മാൻ ഇപ്പൊ എങ്ങനെ ഇരിക്കുക? ചതി മോഹത്താൽ വഷളായി പോയ പഴയ മനുഷ്യനായിട്ട് ഇരിക്കുകയാണ് അകത്ത്. ഇവനിലേക്കാണ് വീണ്ടും 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 ഈ ലോകത്തിന്റെ എല്ലാ ചപ്പു ചവറുകളും ഇടയിൽ ചില നല്ലതും കൂടി ഡൗൺലോഡായി വരുന്നത്. ഇതകത്ത് കിടക്കുന്ന ഒരു റോങ് ഫൗണ്ടേഷൻ ഉള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇതാ ഈ സമൂഹത്തിന് നല്ലതല്ല. അവന്റെ ഇഷ്ടം അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഇഷ്ടം സാധിച്ചു കൊടുത്തില്ല എങ്കിൽ ആ വ്യക്തി തിന്മ ചെയ്യും. കാരണം അകത്തുനിന്ന് ഓട്ടോമാറ്റിക് വരും. നമ്മളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഇതാ ശാസ്ത്രം പറയുന്ന കാര്യം പറയാം. ഒരു 5 അതായത് ഒരു 5% മാത്രമേ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ കൺട്രോൾ ഉള്ളൂ. ബാക്കി എല്ലാം അകത്തുനിന്ന് അൺകോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് കൺട്രോളാണ്. നമുക്ക് നമ്മുടെ കൺട്രോൾ അല്ല, ഓട്ടോമാറ്റിക് അതങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയി പോകും. അതായത് ഇതാ നിങ്ങളൊരു ബോള് കൈ പിടിക്കുക. നിങ്ങൾ എത്ര നേരം അത് കൈ പിടിക്കുന്നു അത്രയും മാത്രമേ നിങ്ങൾക്ക് അതിൽ കൺട്രോൾ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക. പക്ഷെ നിങ്ങൾ കയ്യിൽ നിന്ന് വിട്ട് അങ്ങോട്ട് പോകും, നേരെ താഴേക്ക് പോകും. ഇതേപോലെ തന്നെയാണ് നമ്മൾ എത്ര നേരം ഒരു കാര്യത്തെ ശ്രദ്ധിക്കുന്നുവോ അത്രയും നേരം മാത്രമേ അത് നമ്മുടെ മൈൻഡ് നിൽക്കത്തുള്ളൂ. ഉടനെ നമ്മളുടെ മൈൻഡ് വേറെ എങ്ങോട്ടെങ്കിലും കയറിയാൽ ഉടനെ ആ ചിന്ത സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോയി. സബ് കോൺഷ്യസ് ആണ് അല്ലെങ്കിൽ ആ ഹൃദയമാണ് നിയന്ത്രിക്കുന്നത്, നമ്മുടെ കൺട്രോളിൽ ഇല്ല. ഹൃദയം നിയന്ത്രിക്കുമ്പോൾ നമുക്ക് അറിയത്തില്ല എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. ഇതപ്പൊ ഞാൻ പറയുന്ന വാക്കുകൾ, ഈ വാക്കുകൾ എല്ലാം ഹൃദയത്തിൽ നിന്നാ വരുന്നേ. ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്റെ സ്പിരിറ്റിൽ നിന്നാ വരുന്നേ. അപ്പോ തുടർന്ന് ഓട്ടോമാറ്റിക് സംസാരിക്കും. ഞാൻ ഇതൊന്നും ചിന്തിക്കുന്നില്ല എന്നെ ഈ പറയണമെന്നൊന്നും. ഓട്ടോമാറ്റിക് അത് കയറി വരികയാ. പക്ഷേ ഇതാ അത് എന്തുകൊണ്ട്? എന്റെ മദർ ടങ് ആയതുകൊണ്ടാണ്. എന്റെ ചെറുപ്പം മുതലേ ഇതാ ഞാൻ ജനിച്ച നാൾ മുതലേ കേൾക്കുന്നത് ഡൗൺലോഡ് ചെയ്ത് മുഴുവൻ ഈ മദർ ടങ്ങാ. അതുകൊണ്ടാണ് സ്കൂളിൽ പോകാത്ത ഒരു പൈതല്, മലയാളം പഠിക്കാത്ത ഒരു പൈതല്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാത്ത, തമിഴ് പഠിക്കാത്ത ഒരു പൈതല് അതിന്റെ ആ വ്യക്തിയുടെ ആ പൈതലിന്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇതാ ആ ഭാഷ പറയുന്നു. നമ്മൾ ചിന്തിക്കൂ, അയ്യോ ഈ വ്യക്തി എന്താ 4 വയസ്സല്ലേ ആയുള്ളൂ, ഇതിന് ഇത്ര നന്നായിട്ട് ഇംഗ്ലീഷ് പറയുമോ? സ്കൂളിൽ നിന്ന് പോകാൻ തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ, ഇതാ ഇത്ര നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്നേ. വേറെ ഒന്നുമല്ല, ആ ഡൗൺലോഡ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. കുഞ്ഞു പോലെ അറിയത്തില്ല കുഞ്ഞു പറയുന്നത് ഇംഗ്ലീഷ് ആണെന്നോ അല്ലെങ്കിൽ തമിഴാണെന്നോ മലയാളമാണെന്നോ. ആ ഡൗൺലോഡ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുക. അപ്പൊ ഈ ചെറു സമയത്ത് എന്താണ് നമ്മൾ കൊടുക്കുന്ന ഡൗൺലോഡിങ്, അതനുസരിച്ചിരിക്കും കുഞ്ഞിന്റെ ഭാവി എന്നാണ് ബൈബിൾ പറയുന്നത്. അവൻ വൃദ്ധനായാലും അവൻ മാറത്തില്ല. അപ്പൊ ഈ ഒരു ഭാഗം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. ഈ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ ഒരു പീരീഡിൽ, ഇതിന് ശേഷവും വേണം, ഈ ഒരു പീരീഡിൽ പ്രത്യേകിച്ച്
അവർക്ക് നന്മ തിന്മകളെ അറിയാൻ അറിയത്തില്ല. അവരുടെ കോൺഷ്യസ് മൈൻഡ് രൂപപ്പെട്ടിട്ടില്ല. ആ സമയം വരെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. ഈ സമയം വരെ കുഞ്ഞിന്റെ അകത്തേക്ക് പോകുന്നത് എന്താണോ അതാ കുഞ്ഞിന്റെ ഭാവിയെ തീരുമാനിക്കും. അപ്പോ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പരിജ്ഞാനം. ഇനി രണ്ടാമത് ശ്രദ്ധിക്കുക, സദൃശവാക്യം 22 അതിന്റെ 15-ാം വാക്യം. ഹല്ലേലൂയ. അവരെഴുതിയിരിക്കുകയാണ്, ബാലന്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്നു. ശ്രദ്ധിച്ചേ, ഹൃദയമാണ് ഇവിടുത്തെ വിഷയമെന്നേ. ഹൃദയമാണ്, അതാണ് അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ഹൃദയമാണ് ഇവിടുത്തെ വിഷയം. ബാലന്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്നു. ഇനിയിപ്പോ അതെങ്ങനെ പുറത്തിറക്കും? ശിക്ഷയ്ക്കുള്ള വഴി അതിനെ അവനിൽ നിന്ന് അകറ്റിക്കളയും. ശിക്ഷയ്ക്കുള്ള വഴി അവനെ അതിൽ നിന്ന് അകറ്റി കളയും. അപ്പോ ഭോഷത്വം അകത്തേക്ക് വന്നാൽ അതിനെ അകറ്റിക്കളയാനുള്ള പരിപാടിയാണ് ശിക്ഷയ്ക്കുള്ള വഴി. പല മാതാപിതാക്കന്മാരും കുട്ടികളെ ശിക്ഷിക്കുന്നതിൽ ഒരല്പം പുറകിലേക്ക്, ഭയങ്കരമായ പാമ്പറിങ്, വാ 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 എന്നിട്ടൊരു പുറകേ നടക്കും. വലുതായാലും വാവയാ. ഓക്കെ, ഇത് ശ്രദ്ധിച്ചേ. സ്നേഹിക്കണമൊക്കെ നല്ലതാ എങ്കിൽ യഥാർത്ഥ സ്നേഹം പരിജ്ഞാനത്തോടുകൂടിയ സ്നേഹമാണെങ്കിൽ വടി നന്നായിട്ട് ഉപയോഗിക്കും. വടി ഉപയോഗിക്കണം. കാരണം എന്തോ ചെയ്യണേ, ഹൃദയത്തിന്റെ ഉള്ളിൽ കേറേണ്ടത് കേറണം, കേറാത്തത് കേറിയാൽ ഉടനെ പുറത്തേക്കെടുത്ത് കളയണം. ഇതാണ് അവിടുത്തെ ആ സ്പിരിച്വൽ സയൻസ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഹൃദയത്തിന്റെ അകത്തേക്ക് കേറാൻ പറ്റാത്തത് എന്തെങ്കിലും കേറിയാൽ ഉടനെ തന്നെ ശിക്ഷണത്തിന്റെ വടി കൊണ്ട് അതിനെ പുറത്തേക്കെടുത്ത് കളയണം. എന്താ നമ്മൾ ചെയ്യണേ? കുട്ടിയുടെ ഭാവിക്ക് നല്ലൊരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുകയാണ്. ഞങ്ങളെ ക്രിസ് ചർച്ചിലെ കുഞ്ഞുങ്ങളെ, ഇത് കഴിഞ്ഞ ക്രിസ് ചർച്ചിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ അവരെ പഠിപ്പിച്ച ഒരു ഭാഗമാണ്. അപ്പോ അവര് പ്രത്യേകിച്ച് എന്റെ ഫ്ലഷില് ദൈവം തന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ ഇത് ഈ വടി കൊണ്ട് അടിക്കുമ്പോൾ ശരീരത്തിന് വേദന എടുക്കും. പക്ഷെ കർത്താവ് എന്നെ പഠിപ്പിച്ചത് വടി കൊണ്ട് അടിക്കുമ്പോൾ രണ്ടു ഭാഗത്തും വേദന എടുക്കത്തക്ക രീതിയിൽ ചെയ്യണം. അതായത് ഹൃദയത്തിനും വേദന എടുക്കണം, ശരീരത്തിനും വേദന എടുക്കണം. അപ്പോ ഇത് എന്റെ ജീവിതത്തിൽ ഉപയോഗിച്ചതിനെന്ന് പറയാം. കുട്ടികളെ എന്തെങ്കിലും പണിഷ്മെന്റ് ചെയ്താൽ, അത് കിഡ്സ് ചർച്ചിലെ ആകട്ടെ വീട്ടിലെ ആകട്ടെ, ഇതാ പണിഷ്മെന്റ് ചെയ്ത് എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കുള്ള പണിഷ്മെന്റ് ഈ രീതിയിലാണ്. ഇപ്പൊ ഒരു തെറ്റ് ചെയ്തു, അപ്പോ ഇതാ മോനാണ് അല്ലെങ്കിൽ മോളാണ് തെറ്റ് ചെയ്തതെങ്കിൽ അവരോട് ചോദിക്കും, ഇന്ന് തെറ്റ് ചെയ്തില്ലേ, അത് തെറ്റാണെന്ന് മനസ്സിലായോ? അപ്പോ എന്തുണ്ട് അവരോട് തന്നെ ചോദിക്കും. അപ്പോ അവര് പറയും ശിക്ഷയുണ്ട്. ഓക്കെ, അപ്പോ എന്തോ പ്രകാരമാ ശിക്ഷ? അപ്പോ അവർ ഈ വചനം പറയും, വായിക്കും. ബാലന്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്നു, ശിക്ഷയ്ക്കുള്ള വടി അതിനെ അതിൽ നിന്ന് അകറ്റിക്കളയും. അപ്പോ പപ്പ വടി ഉപയോഗിച്ചില്ലെങ്കിൽ മക്കളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ? പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും കുഞ്ഞുങ്ങൾക്ക്. വടി ബൈബിള് പറയുന്നു ഉപയോഗിക്കണമെന്ന്. ഇനി ഞാൻ ഉപയോഗിച്ചില്ലെങ്കിൽ മക്കളെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഉപയോഗിക്കണ്ടേ? എന്നാ അതവിടെ വെച്ചോളൂ, ഇപ്പൊ ഇല്ല, വെള്ളിയാഴ്ച വൈകിട്ട് മൊത്തത്തിൽ എഴുതി വെക്കണം എത്രയുണ്ടെന്ന്, വെള്ളിയാഴ്ച വൈകിട്ട്. അപ്പൊ ഇപ്പൊ ചിലപ്പോ തിങ്കളാഴ്ച ആയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ കുട്ടികളുടെ ഉള്ളില് ഒരു ചിന്ത വന്നു, ഞാൻ ചെയ്ത തെറ്റ് ഇന്നതാണ്. ഒരടിക്ക് അടി കൊടുത്ത് അവസാനിപ്പിക്കുകയല്ല, ആ ഒരാഴ്ച അവര് ചിന്തിക്കും ആ തെറ്റിനെ കുറിച്ച്. അവരുടെ ഹൃദയത്തിലെ ചിന്തയാണ് ഒരാഴ്ച. അപ്പോ ഒന്ന് അടിയുടെ പേടി, വെള്ളിയാഴ്ച വൈകിട്ട് ഞാൻ കിട്ടാൻ പോകുന്ന അടിയുടെ പേടി, പിന്നെ ആ ഒരാഴ്ച മുഴുവൻ ഞാൻ ചെയ്ത തെറ്റ് ഇന്നതാണ് എന്ന ഒരു ധ്യാനം അവരുടെ ഹൃദയത്തിലുണ്ടാകും. ധ്യാനം ഈ ഒരാഴ്ച, പിന്നെ അതിന്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചോ. എന്നിട്ട് വെള്ളിയാഴ്ച വൈകിട്ട് അടിക്കൊരു സമയമുണ്ട്. ആ അടിയുടെ സമയത്ത് വന്നിട്ട് കട്ടിലയിൽ ഇരിക്കും. കട്ടിലയിൽ ഇരുന്നിട്ട് ആദ്യം
അവിടെ പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, അടിക്കുന്നതിന് മുമ്പ് തന്നെ അവര് തന്നെ വാവുകൊണ്ട് പറയണം. എന്താണ് ബൈബിൾ വേർഡ് പറയണം? ആ പറയുന്ന വേർഡാണിത്. അതായത് ബാലന്റെ ഹൃദയത്തോട് ബോഷത്വം പറ്റിയിരിക്കുന്നു, ശിക്ഷയ്ക്കുള്ള കൈ നീട്ടിയൊക്കെ വെച്ചേക്കണേ, ഇങ്ങനെ നീട്ടി കണ്ടോ, ഇതുപോലെ കൈ നീട്ടി വെക്കും. ശിക്ഷയ്ക്കുള്ള വടി അതിനെ അവനിൽ നിന്ന് അകറ്റി കളയുന്നു എന്നവർ പറയുമ്പോ അവരുടെ കയ്യിലേക്ക് ചൂരലൊന്ന് വീഴും. അപ്പൊ ശ്രദ്ധിക്കുക, അവിടെ നിന്ന് അകത്ത് കിട്ടിയാടി പുറത്തും കിട്ടിയാടി. എന്തോ ചെയ്യണേ? ബൈബിള് പറയാണ് അവന്റെ ഹൃദയത്തിൽ നിന്ന് ആ ദോഷത്തെ എടുത്ത് കളയും. അപ്പൊ അതിനു പകരം ഇതൊന്നും ചെയ്യാതെ വാവേ 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 എന്ന് പറഞ്ഞിട്ട് ഏത് നേരം സ്നേഹിക്കണം. നമ്മുടെ മക്കളെ നല്ലതായിട്ട് സ്നേഹിക്കണം. ആ സമയം തന്നെ ദൈവത്തിന് വചനം സ്നേഹിക്കുന്നുവെങ്കിൽ ഇതിന്റെ കുഞ്ഞിനെ ശിക്ഷിക്കും, ശാസിക്കും. ഈ ഒരു സംഭവം മറന്നുപോയത്. ഇവിടെയൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ഹൃദയത്തെ രൂപപ്പെടുത്തുവാൻ കുഞ്ഞിനെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നാം ചെയ്തെടുക്കണം. നല്ലൊരു ഫൗണ്ടേഷൻ മക്കൾക്ക് കൊടുക്കണം. ഇതാ കുറച്ച് പുരയിടോ കുറച്ച് പണവും കൊടുത്ത് അതുകൊണ്ട് മാത്രം അവർക്ക് അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക, അതുകൊണ്ട് മാത്രം അവസാനിക്കാതെ അതുകൊണ്ടും അവരുടെ നിത്യമായ ഭാവിയെ സേവ് ചെയ്യാൻ നമുക്ക് കഴിയത്തില്ല. നമ്മൾ അവരുടെ സ്റ്റൊമക്ക് ലൈഫിന് മാത്രം ഫൗണ്ടേഷൻ ഇടുന്നുള്ളൂ, അവരുടെ എറ്റേണൽ ലൈഫിന് ഫൗണ്ടേഷൻ ഇടുന്നില്ല. നമ്മൾ നല്ല മാതാപിതാക്കന്മാരായി മാറണം. അവരുടെ സ്റ്റൊമക്ക് ലൈഫിന് മാത്രം ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്താൽ പോരാ. അവർക്ക് നല്ലൊരു ഡിഗ്രി, അവർക്ക് മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ കൊടുത്ത് സ്റ്റൊമക്ക് ലൈഫിന് മാത്രം ഫൗണ്ടേഷൻ ഇടുന്ന നമ്മൾ ഈ ജഡത്തിലെ ആ പിതാവായി മാത്രം അവസാനിക്കരുത്, മാതാവായി മാത്രം അവസാനിക്കരുത്. പകരം നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് കാണിച്ചത് മാതൃക പോലെ അവരുടെ എറ്റേണൽ ലൈഫിന് നല്ലൊരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുവാനായിട്ട്. അപ്പോ ഈ ഒരു ഭാഗം നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കുക. Oh Lord, I love you. ഇനിയും ഇതുമായുള്ള ബന്ധത്തില് Oh Lord, I love you. സഹോദരങ്ങളെ, ആ സ്ക്രീനിൽ ഷെയർ ചെയ്യുമ്പോൾ ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങൾക്ക് ഒരു ചിത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന്റെ ഡീറ്റെയിലേക്ക് നമ്മൾ പോകുന്നില്ല, കാരണം നമുക്ക് അതിനുള്ള ടൈം ഇല്ല. ഓ ഫാദർ, ഇവിടെ നിങ്ങളിപ്പോ കാണുന്നത് നമ്മളുടെ ഹാർട്ട് ആൻഡ് മൈൻഡ് മീറ്റർ. ഇത് നിങ്ങൾ ലോകത്തിലും കണ്ടിട്ടുള്ള കഥ എന്നെ പഠിപ്പിച്ച സംഭവമാണ്. ദ ഹാർട്ട് ആൻഡ് മൈൻഡ് മീറ്റർ, അതാണ് നമ്മളെ കണ്ടോണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഹാർട്ട് ആൻഡ് മൈൻഡ് മീറ്ററിൽ അവിടെ എഴുതിയിട്ടുണ്ട്, കോൺഷ്യസ് മൈൻഡ് ഈസ് ലൈക്ക് എ സെക്യൂരിറ്റി ഓഫീസർ അറ്റ് ദ എൻട്രൻസ് ഓഫ് അവർ ഹാർട്ട്. ഒരു സെക്യൂരിറ്റി ഓഫീസർ നിങ്ങൾ കണ്ടോ? അവിടെ ഒരു നിങ്ങൾക്ക് ലൈറ്റ് കൂടി ഇട്ട് തരാം, പോയിന്റ് കൊണ്ടുവരാം. ഈ താഴെ കാണുന്ന ഇത് കണ്ടോ? ഇതാണ് നമ്മളുടെ ഹൃദയം എന്ന് പറയുന്നത്. ബൈബിളിന്റെ ഭാഷയിൽ ഹൃദയം, എന്നാൽ സയൻസിന്റെ ഭാഷയിൽ അൺകോൺഷ്യസ് ഓർ സബ് കോൺഷ്യസ് മൈൻഡ്. ഓക്കെ, അതിന്റെ അൺകോൺഷ്യസ് എന്ന് പറയുന്നത് അവിടെ എന്തൊക്കെയുണ്ടോ ഇത് ഒരു അറിവും കോൺഷ്യസ് മൈൻഡിന് ഉണ്ടാകത്തില്ല. പക്ഷെ അവിടുന്ന് സാധനങ്ങൾ പൊങ്ങി വന്നുകൊണ്ടേയിരിക്കും. ഇനി ഈ കാണുന്നതാണ്ടോ, ഇവിടെ സൂചി കണ്ടോ, ഒരു സൂചി കണ്ടോ? അതാണ് കോൺഷ്യസ് മൈൻഡ്. അതിന്റെ എൻട്രൻസ് പോയിന്റ് ആണ്, ഹൃദയത്തിലേക്കുള്ളതിന്റെ എൻട്രൻസ് പോയിന്റ് ആണ് ആ കാണുന്നത്. അവിടെ നിൽക്കുന്നുണ്ടോ ഒരു സെക്യൂരിറ്റി ഓഫീസർ നിൽക്കുന്നുണ്ടോ? ആ സെക്യൂരിറ്റി ഓഫീസറാണ് ഈ കോൺഷ്യസ് മൈൻഡായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഇവരാണ് ജെനസിസ് 3:22, ഉൽപ്പത്തി 3:22 കർത്താവ് പറയുന്നില്ലേ, അവർ നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ നമ്മിൽ ഒരുവനെ പോലെ ആയി തീർന്നിരിക്കുന്നു. കണ്ടോ? അവർക്ക് തിരിച്ചറിയുവാനുള്ള ഒരു കഴിവ് ദൈവത്തെ പോലെ കിട്ടിയിരിക്കും. നേരത്തെ നമുക്ക് അത് വേണ്ടായിരുന്നു. ദൈവം തന്നെയായിരുന്നു നമ്മുടെ നന്മയും തിന്മയും തീരുമാനിക്കുന്നത്. എന്നിട്ട് അത് തീരുമാനത്തിന് ശേഷം നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം എഴുതി തരും, നമുക്ക് അതങ്ങ് ചെയ്താൽ മതിയാണ്. പക്ഷെ ഇപ്പൊ സംഭവമൊക്കെ തല തിരിഞ്ഞു പോയില്ലേ? ഇത് നമുക്ക് അങ്ങോട്ടേക്ക് മടങ്ങി വരണ്ടേ? ദൈവം നമ്മളെ കൊണ്ടുവരും. പക്ഷെ ഇതൊക്കെ അറിഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചു പോകാൻ പറ്റും. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സെക്യൂരിറ്റി ഓഫീസർ, അതായത് മൈൻഡ്, ഈ മൈൻഡിന്റെ സൂചി കണ്ടോ? ഈ സൂചി എവിടെയാണ് നിൽക്കുന്നത് അതാണ് നമ്മുടെ ദർശനം, അല്ലെങ്കിൽ അതാണ് നമ്മുടെ ഫോക്കസിങ് പോയിന്റ്. എവിടെയാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അത് നമ്മളുടെ ഹൃദയത്തിലേക്ക് ഡൗൺലോഡാവും. നിങ്ങളിപ്പോ ഒരു നല്ലൊരു ഷർട്ട് കണ്ടു, ഒരു ഷർട്ട്, ഒരു തൂക്കിടക്കുന്ന നല്ലൊരു ഷർട്ട് തുണിക്കടയിൽ,
ഉടനെ നിങ്ങളുടെ മനസ്സ് അങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്തു. കൊള്ളാലോ, ഉടനെ അതിലേക്ക് ഫോക്കസ് ആയി. തുടർന്ന് അതിന്റെ അകത്ത് എത്ര രൂപ അതിന് വില? ഇത്രയുണ്ടോ? എന്റെ പൈസ ഇല്ലല്ലോ. പോയി. പിന്നെ ചിന്ത, അടുത്ത ദിവസം അതിനുള്ള പണം ഉണ്ടാക്കണമെന്നാ ചിന്ത. തുടർന്ന് അതിനുള്ള പണം ഉണ്ടാക്കിയിട്ട്, കാരണം നിങ്ങളുടെ മൈൻഡിന്റെ ഫോക്കസ് അവിടെ ഇരിക്കുക. അവിടെ കടന്ന് ചെന്ന് അതിനെ വാങ്ങിക്കും. അതിനെ വാങ്ങിക്കണേ, അതിന് ഭൗതികമായി വാങ്ങിക്കും. ഭൗതികമായി അതിനെ വാങ്ങുന്നതിന് മുമ്പ് പ്രിയ സഹോദരങ്ങളെ, നമ്മൾ അദൃശ്യമായി അതിനെ നമ്മളുടെ ഹൃദയത്തിലേക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഈ മീറ്റർ, ഈ സൂചി മീറ്റർ കണ്ടോ, ഇത് എവിടെയാണോ ഇരിക്കുന്നത് അവിടെയുള്ളത് നമ്മുടെ ഹൃദയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതാ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ മൈൻഡിന്റെ സൂചി എങ്ങോട്ടേക്കാണോ പോകുന്നത് അങ്ങോട്ട് പോവാം. ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും പോവാം. നമ്മുടെ മൈൻഡിന് അങ്ങനെ പ്രത്യേകത ഉണ്ട്. നമ്മുടെ ഒന്നാം ക്ലാസ്സിൽ ജീവിച്ച സ്ഥലത്തേക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോവാം. ഇനി ഭാവിയിലേക്ക് പോകാം. ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ നിൽക്കാം. എങ്ങോട്ട് വേണമെങ്കിലും ഇതിന് തിരിയാൻ പറ്റും. ഇങ്ങോട്ടൊക്കെ തിരിയാൻ പറ്റും. ഇനി നമ്മൾ എന്താണ് അവിടെ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണ് നമ്മുടെ അകത്തേക്ക് ചെയ്യുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ആ ഡൗൺലോഡ് ചെയ്ത് അകത്തേക്ക് കയറി വരുന്ന ചിന്തകൾ അവിടെ കിടക്കും. ഇത് മനുഷ്യന് 7 വയസ്സ് വരെ ഈ കാണുന്ന സെക്യൂരിറ്റി ഓഫീസർ ഡെവലപ്പ് ചെയ്തിട്ടില്ല. നന്മ തിന്മയെ തിരിച്ചറിയാൻ കഴിയുകയില്ല. അപ്പൊ ഈ സമയത്ത് എന്തൊക്കെയാണ് അകത്തേക്ക് കയറിയത്, ഇതൊക്കെ മനുഷ്യന്റെ ഹൃദയത്തിൽ കിടക്കും. ഇത് അവന്റെ ഭാവിക്കൊരു ഫൗണ്ടേഷനായി കിടക്കും. ഇതുകൊണ്ടാണ് പറയുന്നത്, വൃദ്ധനായാലും അവൻ അതിൽ നിന്ന് മാറത്തില്ല. കാരണം അവന്റെ ഉള്ളിൽ അതൊക്കെ ഉണ്ടെന്ന് പോലും അവനെ അറിയത്തില്ല. അപ്പൊ ഈ ഒരു ക്രമീകരണം നാം മനസ്സിലാക്കി നാം പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകും. ഇത് ധാരാളം മനസ്സിലാക്കാനുള്ള ക്രമീകരണങ്ങളാണ്. പക്ഷെ ഒരു ചെറിയൊരു ഫൗണ്ടേഷൻ ആയിട്ട് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കട്ടെ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഓ ലോർഡ്, ഐ ലവ് യു. അവിടെ മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത്, ഈ ഹൃദയത്തിന്റെ അകത്ത് തിന്മയായി ഡൗൺലോഡ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ കുഞ്ഞിന്റെ അകത്തുനിന്ന് വെളിയിലേക്ക് ഇറങ്ങും. വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ റോഡ് ഓഫ് കറക്ഷൻ അതിനെ അകത്തുനിന്ന് പുറത്തേക്ക് എടുത്ത് കളയും. വടി ഉപയോഗിക്കണം ഏതാ ദൈവത്തിന്റെ വചനം പറയുന്നത്. സദൃശവാക്യം 29-ാം അധ്യായം 15-ാം വാക്യം പറയുന്നത്, എപ്പോഴാണ് നാം വടി ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ആ കുഞ്ഞിന്റെ ഹൃദയത്തിലേക്ക് ജ്ഞാനം പകരുക. 29:15. വടിയും ശ്വാസനയും ജ്ഞാനത്തെ നൽകുന്നു. അതായത് ഒരു കുഞ്ഞിന് ദി റോഡ് ആൻഡ് റീപ്രൂഫ് ഗിവ് വിസ്ഡം, ജ്ഞാനം അവന് കൊടുക്കുന്നു. അപ്പോ റോഡ് ഓഫ് കറക്ഷൻ ആ വിഡ്ഢിത്തത്തെ, ദോഷത്വത്തെ അവന്റെ ഉള്ളിൽ നിന്ന് എടുത്തു കളയുന്നു. ഉടനെ തന്നെ എടുത്ത് കളയുക മാത്രമല്ല, അവനുള്ളിൽ ജ്ഞാനത്തെ കൊടുക്കുന്നു. ഇത് ഏകദേശം ഒരാഴ്ചയോളം കഴിഞ്ഞിട്ടാണ് ഞാൻ കുഞ്ഞുങ്ങളെ ശാസിക്കുന്നത്. എന്താണ് അതിന്റെ പുറകിലുള്ള ചിന്ത? ഇത് തന്നെയാ ചിന്ത. ആ ഒരാഴ്ച ഇവർക്ക് മനസ്സിലാകും ഞങ്ങൾ ചെയ്തത് തെറ്റാണ്. ഇത് എന്ത് സംഭവിക്കുന്നത്? ഇത് ആ കുഞ്ഞിന്റെ മെഡിറ്റേഷനായി മാറും. ഞാൻ ചെയ്ത ഇന്ന് തെറ്റാണ്, അതുകൊണ്ട് അടിയുണ്ട്. അയ്യോ വെള്ളിയാഴ്ച അടിയുണ്ട്, ഇന്ന സാധനം തെറ്റാണ്. അപ്പൊ പിന്നെ ശരി എന്താണെന്ന് കൂടി കയറി വരും. ശരി എന്താണ്? ഇങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ ശരീരത്തിൽ ഒരു അടി കിട്ടുന്നതിന് മുമ്പ് ആ ഒരാഴ്ച ദൈവവചനം കൊണ്ട് മനസ്സിന് അവർ തന്നെത്താൻ അടിച്ചുകൊണ്ടിരിക്കുക. തന്നെത്താൻ ഒരു ട്രെയിനിങ് അകത്ത് നടക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ശരീരത്തിലേക്കുള്ള വരുന്നുള്ളൂ. അവരോട് ക്ലോസ് ആയി. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കണേ? അവരുടെ വിഡ്ഢിത്തത്തെ, അവരുടെ ദോഷത്തെ അവരുടെ ഹൃദയത്തിൽ എടുത്തു കളയുന്നു, ജ്ഞാനത്തെ അവരുടെ ഹൃദയത്തിലേക്ക് കൊടുക്കുന്നു. അപ്പൊ ഇതൊക്കെ ആരുടെ ഡ്യൂട്ടിയാ? പിതാവേ മാതാവേ നമ്മുടെ ഡ്യൂട്ടി ആയിരുന്നില്ലേ? ഒരുപക്ഷെ നമ്മുടെ ചെറുപ്പത്തിൽ ഇതൊന്നും നമ്മുടെ മാതാപിതാക്കന്മാർ അറിയത്തില്ല. വളർന്നു, പല രീതിയിലും കയറി വളർന്നു. പക്ഷേ നല്ല മാതാപിതാക്കന്മാരായതുകൊണ്ടാണ് നമ്മൾ പലരും ഇതുപോലെ ആയിരിക്കുന്നത്.
അവര് പല രീതിയിലും തെറ്റിയിട്ടുണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് നമ്മുടെ കൂടി ഇരിക്കാൻ അവർക്ക് സമയം ഉണ്ടായിരുന്നു. ഇന്നത്തെ മാതാപിതാക്കന്മാർക്ക് സമയമില്ല. എവിടെയെങ്കിലും ഇവിടെ കൊടുത്ത് കളിക്കാനായിട്ട് മൊബൈലും കയ്യിൽ കൊടുത്ത് ഇതാ പോകുന്നത് അപകടകരമാണ്. വളരെ ശ്രദ്ധയോടുകൂടി വളർത്തിയെടുക്കുക എന്ന് മനസ്സിലാക്കിയാണ്. ഇനി ഇതുമായുള്ള ബന്ധത്തില് നാം വീണ്ടും മനസ്സിലാക്കുമ്പോ അതിന്റെ 17-ാം വാക്യം പറയുന്നു, ഏതിന്റെ 29-ന്റെ 17-ാം വാക്യം പറയുന്നു, പലർക്കും മക്കളെ ശിക്ഷിക്കാൻ മടി. അയ്യോ, ഞങ്ങളെ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കാറൊന്നുമില്ല ബ്രദറെ, ഞങ്ങൾക്ക് അതിന് തോന്നത്തില്ല. അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. മക്കളെ അടിക്കാതിരിക്കുന്നത്. ഞാൻ അടിക്കത്തില്ല കുഞ്ഞുങ്ങളെ, പിന്നെ അച്ചായൻ അടിക്കും. ഞാൻ പറയും അച്ചായനോട്, വേണ്ട അച്ചായ നമ്മുടെ കുഞ്ഞുങ്ങളെ. ബൈബിൾ ശ്രദ്ധിച്ച് അവിടെ പറയാണ്, നിന്റെ മകനെ ശിക്ഷിക്കുക. 29-17 സദൃശവാക്യം 29-17. നിന്റെ മകനെ ശിക്ഷിക്കുക, അവൻ നിനക്ക് ആശ്വാസമായി തീരും. ഇത് പലരും പറയുന്ന കാര്യം എന്ന് പറയുന്നത്, മകൻ വളർന്നു കഴിഞ്ഞപ്പോ അവന് എന്നെ വേണ്ട, ഇനി എന്റെ കൂടെ ഇരിക്കാൻ വലിയ താല്പര്യമൊന്നും അവന് ഇല്ല എന്നാ പറയുന്നത്. താല്പര്യമൊന്നും ഇല്ല, ആശ്വാസമായി തീരും. നിന്റെ മകനെ ശിക്ഷിക്കേ, അവൻ നിനക്ക് ആശ്വാസമായി തീരും. അവൻ നിന്റെ മനസ്സിന് പ്രമോദം വരുത്തും. ശ്രദ്ധിച്ചേ, മക്കള് നമുക്ക് ഭാവിയിൽ ആശ്വാസം. പല മക്കളെയും പറയും, നിന്നൊക്കെ വളർത്തിയിട്ട് എടാ എന്താണ് ആ ഗുണം, ആ സമയത്ത് കുറച്ച് വാഴ വെച്ചിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞേക്കാം. കാരണം അവർക്ക് ഭാവിയിൽ ഒരു ആശ്വാസം ആയില്ലെന്നർത്ഥം. അപ്പൊ മക്കള് ഭാവിയിൽ ഒരു ആശ്വാസമായി തീരണമെങ്കിൽ ബൈബിൾ പറഞ്ഞ കാര്യം എന്നറിയാമോ? നിന്റെ മകനെ ശിക്ഷിക്കേ, അവൻ നിനക്ക് ആശ്വാസമായി തീരും. ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ എന്റെ മക്കളെ വടി കൊണ്ട് അടിക്കാറില്ല. പക്ഷേ ശ്രദ്ധിച്ചേ, എന്റെ മകൻ എഞ്ചിനീയറിംഗ് പഠിച്ച ആ സമയത്ത് വരെ ആ ശിക്ഷ എന്റെ മകന് ഓർമ്മയുണ്ട്. ആ മകൻ എപ്പോഴും ഓർത്തിരിക്കും. അതിന് മാറാൻ പറ്റത്തില്ല. കാരണം അവൻ ആ സമയം മനസ്സിലാകും, എന്റെ പപ്പ എന്നെ സ്നേഹിച്ചിരുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കുന്ന കാര്യം, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് ആശ്വാസമാണോ? ബൈബിൾ പറഞ്ഞ് ചെയ്യേ. അവരെ ആ സമയത്ത് ചെയ്യേണ്ട സമയത്ത് വേണ്ട നല്ലൊരു ഹൃദയത്തിന് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുക, അവരെ വളർത്തുവാനായിട്ട് അതിന് വേണം. അപ്പൊ ആ പോയിന്റ് വളരെ പ്രാധാന്യമുള്ളതാണ്. ഞാൻ ഓർക്കുന്നു, എന്റെ കുഞ്ഞ് മൂത്ത മോന് എനിക്ക് തോന്നുന്നു 3 വയസ്സെങ്ങാണ്ടാണ്. ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയം. അപ്പോ ഭയങ്കര കുസൃതിയായിരുന്നു. കാണുന്നവനെയൊക്കെ പിടിച്ച് കടിക്കും. എല്ലാം കടിച്ചിട്ട് അവരവിടെ ചോര വരത്തക്ക രീതിയിൽ കടിച്ചു. അങ്ങനെ ഒരിക്കല് ഞങ്ങള് യാത്ര ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് അന്നൊരു ട്രാൻസിഷൻ എന്തോ ആണ്. അവിടെ നിന്ന് പിന്നെ ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് വേണം ഇനി കൊച്ചിക്ക് പോകാനായിട്ട്. അപ്പൊ ആ ഒരു രീതിയിൽ എയർപോർട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഈ പുള്ളിക്കാരൻ 3 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ, അവിടെയൊക്കെ ഓടി നടന്ന് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുക. അപ്പൊ ഞാൻ ആ സമയത്ത് എല്ലാവരും പറയും, കൊച്ചു കുഞ്ഞ് ഒന്നും ചെയ്യരുത്. പക്ഷെ എന്റെ പോക്കറ്റിൽ ഒരു സാധനം ഉണ്ടാവും. നമ്മുടെ ഈ വയറുണ്ടല്ലോ, ഈ വലിയ വയറല്ല, നമ്മൾ ഈ RJ45 അല്ലെങ്കിൽ CAT 6 എന്ന് പറയുന്ന ഒരു കേബിൾ ഉണ്ട്. ആ കേബിളിന്റെ ഉള്ളിൽ കുറച്ച് നാര് പോലത്തെ ടെലിഫോൺ കമ്പി പോലത്തെ ടെലിഫോൺ വയറുകൾ ഉണ്ടാവും. അതിൽ ഒരെണ്ണെങ്കിലും ചുരുട്ടി കൂട്ടി ഞാൻ എന്റെ പോക്കറ്റിട്ട് അവിടെ വെച്ച് ഞാൻ ഈ സാധനം ഈ ഒരിക്കൽ പിടിച്ചാൽ കിട്ടാതെ വന്നപ്പോ ഞാൻ ഈ വടിയങ്ങെടുത്ത് ഇങ്ങനെ പിടിച്ചോളൂ, ഒരൊറ്റ പൊട്ടിക്കരച്ചിൽ അവിടെ വെച്ചിട്ട്. അടിക്കേണ്ട വന്നില്ല, ഒരു പൊട്ടിക്കരച്ചിൽ. അപ്പൊ ഈ സമയത്തൊക്കെ എന്തുവാ നമ്മൾ ചെയ്യണം? കുഞ്ഞിന്റെ കരച്ചിൽ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്തുവാ സംഭവിക്കുന്നത്? അവിടെ ഒരു കറക്ഷൻ നടക്കണം. കറക്ഷൻ നടന്നെങ്കിൽ മാത്രമേ ഈ കുഞ്ഞുങ്ങളെ ഭാവിയിൽ നല്ല കുട്ടികളായിട്ട് കിട്ടത്തുള്ളൂ. എന്നിട്ട് നല്ല ട്രെയിനിങ് അവർക്ക് കൊടുക്കുവാനായിട്ട് ഇടയാകണം. എന്റെ മകനെ ഇവിടെ വന്നപ്പോ ഒരിക്കലും കിഡ്സ് ചർച്ചിൽ ക്ലാസ് കൊടുക്കാനായിട്ട് കിഡ്സ് ചർച്ചില്, നേരത്തെ ക്രിസ് ചർച്ചിൽ ഇരുന്ന് പഠിച്ച ആളാണ്, കുഞ്ഞുങ്ങൾ ക്ലാസ് കൊടുക്കാൻ വിട്ടുപോ. ഞാൻ കേട്ട കാര്യമാണ്, നേരിട്ട് കേട്ടില്ല, കുഞ്ഞുങ്ങൾ പറഞ്ഞ ഞാൻ കേട്ടു. അന്ന് ഡോൺ എന്നാണ് മോന്റെ പേര്. ഡോൺ ചച്ച ക്ലാസ് എടുത്തപ്പോ പറഞ്ഞത്, ഞാൻ കോളേജിൽ ചെന്നപ്പോ അവിടെ എല്ലാ ടൈപ്പ് ആളുകളും തിന്മ പ്രവർത്തിക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ കൂട്ടത്തിൽ ഒന്നും പെടാതെ മാറി നിൽക്കാൻ എന്നെ സഹായിച്ചത് ആ ചെറുപ്പത്തിലെ കിഡ്സ് ചർച്ചിൽ കേട്ട ക്ലാസ്സുകളാണ് എന്നെ സഹായിച്ചത്. അപ്പൊ അവർക്ക് ക്ലാസ് കൊടുത്തതാ, ഞാൻ നേരിട്ട് കേട്ടില്ല, കുട്ടികൾ പറഞ്ഞ് കേട്ടതാ. അപ്പോ എന്തോ ചെയ്യണ്ടേ? ആ ചെറുപ്പത്തിലെ അവരെ അഭ്യസിപ്പിക്കുക, അവർ നടക്കേണ്ടുന്ന വഴിയാണ്. എന്നിട്ട് അടുത്ത സെക്ഷൻ, പിന്നെ മക്കളിലല്ല നമ്മൾ പ്രത്യാശ വെക്കേണ്ടേ. മോന് ഇവിടുന്ന് നാട്ടിലേക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയപ്പോ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേട്ട് കൊച്ചൊന്ന് ഞെട്ടി. ആ ഞെട്ടിയത് ഇങ്ങനെയാണ്, പ്രാർത്ഥിക്കാൻ ഇറങ്ങുന്ന സമയത്ത് മോൻ പറഞ്ഞതാ, പപ്പ എന്താ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞാൻ ചിന്തിച്ചു. ആദ്യം പ്രാർത്ഥിച്ചത് ഇങ്ങനെ ഒരു വേർഡാണ്, സി ഐ ഹാവ്
no hope in you, but I have hope in the word of God about you. എനിക്ക് നിന്നിലല്ല പ്രത്യാശ എന്ന് കേട്ടപ്പോ കൊച്ചു കെട്ടി. പിന്നെ അടുത്തത് പറഞ്ഞത് നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വചനത്തിലാണ് എനിക്ക് പ്രത്യാശ. എന്താണ് ആ വചനം? സങ്കീർത്തനം 128 ആ വചനം പറയുന്നുണ്ട്. കാരണം കുഞ്ഞുങ്ങളിപ്പോ നിങ്ങളുടെ അടുത്തുനിന്ന് പോവുക, ഇനി നിങ്ങൾക്ക് അവരെ ട്രെയിൻ ചെയ്യാൻ കഴിയത്തില്ല. നിങ്ങളുടെ അടുത്ത് പോവുക, ഇനി നിങ്ങൾ എങ്ങനെ അവരെ ട്രെയിൻ ചെയ്യുക? അവർ നിങ്ങളുടെ അടുത്ത് ദൂരേക്ക് പോയി, ഇനി ട്രെയിൻ ചെയ്യാൻ പറ്റില്ല. ഇനി എങ്ങനെ ട്രെയിൻ ചെയ്യും? ഇനിയാണ് ഇൻവിസിബിൾ കൺട്രോൾ. ദൂരെ നിന്ന് കൺട്രോൾ ചെയ്യും, ദൂരെ നിന്ന്. ഇത് ഓട്ടോ പൈലറ്റ് ട്രെയിൻ, പ്ലെയിൻ ഉണ്ട്, ഷിപ്പ് ഉണ്ട്, ഇങ്ങനെ പലതും ഉണ്ട്. ഇതേപോലെ തന്നെ ഇനി നമ്മളല്ല, നമ്മളുടെ ജീവിതത്തിലൂടെ ദൈവം ഇനി അവരെ കൺട്രോൾ ചെയ്യും. ആ ഒരു ലെവലിലേക്ക് മാറും. അതെങ്ങനെ പറ്റും? സങ്കീർത്തനം 128 പറയുകയാണ്, യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. ഇനി നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ മക്കളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഈ രീതിയിൽ കൺട്രോൾ ചെയ്യാം. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. അവന്റെ ഭാര്യ അവന്റെ ഭവനത്തിലെ ഫലസമൃദ്ധമായ മുന്തിരിവള്ളിയും അവന്റെ മക്കൾ അവന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകളുമായി. ആര് പറഞ്ഞു? പ്രപഞ്ചത്തെ തിരിക്കുന്ന സർവശക്തനായ ദൈവം പറഞ്ഞു. അങ്ങനെയെങ്കിൽ എനിക്ക് എന്റെ മക്കളെ സുഖമായിട്ട് കൺട്രോൾ ചെയ്യാലോ. എങ്ങനെ കൺട്രോൾ ചെയ്യാം? മക്കളെ ഞാൻ കൺട്രോൾ ചെയ്യാൻ പോവുകയേ വേണ്ട, പകരം ഞാൻ എന്നെ ഒരു യഹോഭക്തനായ പുരുഷനാക്കി നിലനിർത്തിയാൽ എന്റെ ദൈവം വാക്കുമാറാത്ത ദൈവമാണ്. എന്റെ ദൈവം അവരെ കൺട്രോൾ ചെയ്തു. എന്റെ ദൈവം അവരെ കൺട്രോൾ ചെയ്തോളും. എങ്ങനെ? ഇതാ, നിങ്ങൾ ഒരു വീട് വാടകയ്ക്ക് എടുക്കുക, ഒരു സ്ഥലം വാടകയ്ക്ക് എടുക്കുക. നിങ്ങൾ തമ്മിലൊരു എഗ്രിമെന്റാ. നിങ്ങൾ അവർക്ക് വാടകയുടെ എമൗണ്ട് കൊടുക്കുന്നു, അവർ നിങ്ങൾക്ക് ആ ഫ്ലാറ്റ് തരും. ശരിയല്ലേ? ഈ ദൈവത്തിന്റെ വചനം 128 സങ്കീർത്തനം ഇതേപോലെ ഒരു എഗ്രിമെന്റ് ആണ്. എന്താണ്? നീ യഹോഭക്തനായ പുരുഷനായിരിക്കുക. യഹോഭക്തനായ പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ, രണ്ടായാലും നീ യഹോഭക്തനായ പുരുഷനായിരിക്കുക. എങ്കിൽ ബാക്കിയുള്ളത് നമ്മളല്ല ചെയ്യേണ്ടത്. നമ്മളും പണം കൊടുത്തു, അവര് നമുക്ക് ഫ്ലാറ്റ് തന്നു അല്ലെങ്കിൽ വീട് തന്നു താമസിക്കാൻ റെന്റിന്. ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടത് യഹോഭക്തനായ പുരുഷനാകുക അല്ലെങ്കിൽ സ്ത്രീ ആകുക. ബാക്കി ചെയ്യേണ്ടത് നമ്മളല്ല. ദൈവമാണ് പറഞ്ഞേ, നിന്റെ ഭാര്യ ഫലസമൃദ്ധ മുന്തിരിവള്ളി ആയിരിക്കും നിന്റെ വീട്ടില്, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ഒലിവുതൈകളായിരിക്കും. അതാരെ പറഞ്ഞേ? നമ്മളാണോ പറഞ്ഞേ? അനുസരിക്കാത്ത ഭാര്യയെ അല്ലെങ്കിൽ സ്നേഹിക്കാത്ത ഭർത്താവിനെ സ്നേഹിപ്പിക്കാനോ അനുസരിപ്പിക്കാത്തോ നമ്മൾ ശ്രമിച്ചാൽ കുടുംബകലഹത്തിലേക്ക് പോകും. ശരിയല്ലേ? ഇതാ, നമ്മുടെ മക്കൾ ദൂരെയാ, അവരെ മാറ്റാൻ നമുക്ക് പറ്റുമോ? ഇല്ല. പക്ഷെ ദൈവത്തിന് പറ്റും. അപ്പൊ നമുക്ക് പറ്റാവുന്ന കാര്യം നമ്മൾ ചെയ്യുക. നമുക്ക് എന്നാ പറ്റും? നമുക്ക് യഹോഭക്തനായ പുരുഷനായി യഹോഭക്തയായ സ്ത്രീ ആയിരിക്കാൻ പറ്റും. പറ്റത്തില്ലേ? അവരെ കൺട്രോൾ ചെയ്യാൻ, അവരെ മാറ്റാൻ നമുക്ക് പറ്റില്ല, പക്ഷെ നമ്മളെ മാറ്റാൻ നമുക്ക് പറ്റില്ലേ? അങ്ങനെ അവരെ മാറ്റാൻ പറ്റാത്തത് കൊണ്ട് നമ്മളെ മാറ്റിയാൽ ദൈവം തന്റെ വാഗ്ദത്തങ്ങളൊക്കെ തന്റെ നാമത്തിന് മുകളിലാണ് വെച്ചേക്കുന്നത്. ദൈവം അവിടെ തന്റെ വാക്കനുസരിച്ചേ പറ്റൂ. കാരണം അത് മാറാൻ പറ്റില്ല. കുട്ടികളെ, നിങ്ങൾ, അതായത് സഹോദരന്മാരെ മാതാപിതാക്കന്മാരെ മനസ്സിലാക്കി, നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. ചെറുപ്പത്തിലെ നിങ്ങൾക്ക് അവരെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റുമായിരുന്നു. അത് ചെയ്തിരുന്നെങ്കിൽ വളരെ നല്ലൊരു കാര്യമായി. അങ്ങനെ ചെയ്യുവാനായിട്ട് ഇനി ഇടയാകട്ടെ. ഇനി അവര് മുകളിലേക്ക് അത് വളർന്നു കഴിഞ്ഞാൽ അടുത്ത ദൂരയിലേക്ക് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവരെ ട്രെയിൻ ചെയ്യാനും പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ 128 സങ്കീർത്തന പ്രകാരം നിങ്ങൾക്ക് അവരെ വീണ്ടും കൺട്രോൾ ചെയ്യാൻ, വീണ്ടും നിയന്ത്രിക്കാം. അത് വ്യക്തതയോടെ മനസ്സിലാക്കിയാട്ടെ. ഓ ലോർഡ്, ഐ ലവ് യു. 128 സങ്കീർത്തനത്തിലേക്ക് വന്നു. 128 ഏത് കുടുംബ ജീവിതവും മനോഹരമാക്കുവാൻ ഈ സങ്കീർത്തനത്തിന്റെ വചനത്തിൽ കഴിയും. അവിടെ എഴുതിയിരിക്കുകയാണ്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ വരും, നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ഒലിവുതൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. ആകാമെന്നല്ല, ആകും. എന്നാ പിന്നെ ഈ പ്രോമിസ് അങ്ങ് എടുത്താൽ പോരെ? ജീവിത പങ്കാളിയെ നിയന്ത്രിക്കാനും മക്കളെ നിയന്ത്രിക്കാനും ഈ ഒരു പ്രോമിസ് എടുത്താൽ പോരെ? നമ്മൾ യഹോവ ഭക്തനായ പുരുഷനാകുക, യഹോവ ഭക്തിയായ സ്ത്രീയാകുക. ബാക്കി കാര്യം ദൈവം ചെയ്യും. ആകുമെന്നാ പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ സഹോദരങ്ങളെ, ഈ ഒരു തലം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സൂക്ഷിക്കുക. ഇങ്ങനെ നമുക്ക്
നമ്മുടെ ദൂരെയായിരിക്കുന്ന, നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത ധാരാളം കാര്യങ്ങൾ ബിയോണ്ട് അവർ കൺട്രോൾ, അവിടെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഇതാ നമ്മുടെ യഹോഭക്തനായ പുരുഷനായ, യഹോഭക്തിയായ സ്ത്രീയായി ദൈവത്തിന്റെ സന്നിധി, മനുഷ്യന്റെ മുമ്പിലല്ല, മനുഷ്യന്റെ മുമ്പിൽ ഓട്ടോമാറ്റിക് വെളിപ്പെടണം, ദൈവത്തിന്റെ മുമ്പിൽ നിലകൊള്ളുക. ദൈവം നോക്കുമ്പോൾ അന്തർഭാഗത്തിലെ സത്യമാണ് ദൈവം നോക്കുന്നത്. ആ അന്തർഭാഗത്തിലെ സത്യത്തില് ഇതാ യഹോഭക്തനായ പുരുഷനായ സ്ത്രീയായി നമ്മൾ നിൽക്കുന്നു. നമ്മുടെ മക്കളുടെ കാര്യം, നമ്മളുടെ ജീവിത പങ്കാളിയുടെ കാര്യം ദൈവം ഹാൻഡിൽ ചെയ്യുന്ന ദൈവമാ പറഞ്ഞത്. കാരണം ഇതൊക്കെ തന്നത് ദൈവമാണ്. സഹായിയെ കൊടുത്തത്, ആനന്ദത്തിന് സഹായിയെ കൊടുത്തത് ദൈവമാണ്. മക്കൾ യഹോവ തരുന്ന പ്രതിഫലമാണ്, ഉത്തരഫലം യഹോവ തരുന്നതാ. അപ്പൊ ഇതിലേക്ക് നിയന്ത്രിക്കുവാനായിട്ട് ദൈവത്തിന് കഴിയും. നമ്മള് ഒറ്റ കാര്യം ചെയ്യുക, റെന്റ് കൊടുക്കുന്നത് പോലെ, പണം കൊടുക്കുന്നത് പോലെ യഹോഭക്തനായ പുരുഷനായിരിക്കുക, ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്ന വ്യക്തിയായി മാറുക. ബാക്കി കാര്യങ്ങൾ ദൈവം ചെയ്യും. അതുകൊണ്ട് മക്കള് ഇതാ തലതിരിഞ്ഞു പോയി, അങ്ങനെയായിപ്പോയി, കുടുംബജീവിതം ഇങ്ങനെയായിപ്പോയി എങ്കിൽ അതിനെ തിരിക്കാനായിട്ട് പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമുക്ക് കഴിയുന്നത് ഈ ഒരു വചനത്തിന്റെ വ്യവസ്ഥയാണ്. ആ ഒരു വചനപ്രകാരം നമ്മൾ ആളുമാറുന്നവരായി. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കണം. ഇപ്പൊ നിങ്ങൾ പറയാണ്, എന്റെ കുഞ്ഞിനെ ഇതാ എനിക്ക് ചെറുപ്പത്തിലെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല, അത് 7 വയസ്സ് വരെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല, എനിക്ക് എന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ദേവാസ്? പ്രിയ സഹോദരങ്ങളെ, ദൈവവചനം പറയുന്ന ഒരു കാര്യം, ഇവിടെ നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു ഹോപ്പാണ് 1-ാം സങ്കീർത്തനത്തിൽ. 1-ാം സങ്കീർത്തനത്തിൽ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഇതുവരെയും വന്നത് വന്നു, ഓക്കെ, ഇനിയും വരത്തെ അതിന് 3 വേലികൾ കെട്ടണം. 3 വേലികൾ. അത് ഇപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, എനിക്ക് വലിയവരുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാം കേട്ടോ, എല്ലാവരുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാം. 3 വേലികൾ കെട്ടണം. മനുഷ്യന്റെ ചുറ്റും ഒരു വേലി, അതിന്റെ പുറത്ത് 2-ാമത്തെ വേലി, അതിന്റെ പുറത്ത് 3-ാമത്തെ വേലി. 3 വേലികൾ കെട്ടണം. ആ 3 വേലി കെട്ടിയിട്ട് ഇനി റോങ് ഇൻപുട്സ്, തിന്മയായ ഇൻപുട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ഉണ്ടാകാതെ സൂക്ഷിക്കണം. 3 no's and 1 yes എന്ന ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. 3 വേലികൾ കെട്ടണം. അപ്പൊ അത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എല്ലാവരും ചെറുപ്പം മുതലേ യഹോഭക്തിയിൽ വളരുന്ന കുഞ്ഞുങ്ങളെ പഠിച്ചിട്ടുള്ള കാര്യമാണിത്. സങ്കീർത്തനം 1 അവിടെ എഴുതിയിരിക്കുന്ന കാര്യം, 1-ാമത്തെ വേലി, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും. 1-ാമത്തെ വേലി, അതിന്റെ അർത്ഥം ദുഷ്ടന്മാരുടെ കൂട്ടുകെട്ടുകൾ വിടുക. പാപികളുടെ വഴിയിൽ നിൽക്കാതെയും. 2-ാമത്തെ വേലി, മനുഷ്യന്റെ ചുറ്റുമുള്ള 2-ാമത്തെ വേലി, പാപികളുടെ വഴിയിൽ നിൽക്കുക. ഇനി 3-ാമത്തെ വേലി, പരിഹാസികൾ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. 3-ാമത്തെ വേലി. അപ്പോ നമ്മുടെ ചുറ്റും അദൃശ്യമായ ഈ 3 വേലികൾ കിടണം. ഈ 3 കൂട്ടരുമായി എനിക്ക് കമ്പനിയെ സ്റ്റോപ്പ് ചെയ്യാം. ഈ 3 കൂട്ടരുമായി കമ്പനിയെ സ്റ്റോപ്പ് ചെയ്യാം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കത്തില്ല, പാപികളുടെ വഴിയിൽ നിൽക്കത്തില്ല, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കത്തില്ല. നോ നോ നോ. 3 നോ കിടണം. ഇതുവരെ ഇമ്പോർട്ട് ധാരാളം നടന്നു. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇനി അടുത്ത അകത്തേക്കുള്ള ഹൃദയത്തിലേക്ക് തിന്മ വരുന്ന പരിപാടി സ്റ്റോപ്പ് ചെയ്തു. ഇച്ചിരി തുടക്കത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ആണോ, കാരണം ഇതുവരെയുള്ള ശീലം പെട്ടെന്ന് മാറുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞ് അതായത് പ്രൊഡക്ഷൻ നിർത്തുക എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം. അതായത് നിറച്ച് ഇങ്ങനെ കള്ള് വന്നോണ്ടിരിക്കുക, കള്ള് ഷാപ്പിലേക്ക് കള്ള് വന്നോണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഇനിയിപ്പോ ആ ഗോഡൌണിൽ കള്ള് ഉണ്ടാകരുത് എങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം കള്ള് വരുന്ന എല്ലാ ട്രെയിലറുകളും ആ വഴികളും സ്റ്റോപ്പ് ചെയ്യണം, വേലി കെട്ടി അടയ്ക്കണം. ഇനി അങ്ങോട്ടേക്ക് വരരുത്. ഇത് ആദ്യം ചെയ്യും. അപ്പൊ നമ്മുടെ ഹൃദയത്തിലേക്ക് തിന്മ വരുന്ന വഴികൾ, ഈ 3 വഴികൾ വേലി കെട്ടി അടയ്ക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം? ഇതാ ഗോഡൌണിൽ നിറച്ച് കള്ളിരിക്കുക. ഇനി എന്ത് ചെയ്യണം? ഗോഡൌൺ ശുദ്ധീകരിക്കണം. അതിനെന്ത് വേണം? ഗോഡൌൺ ശുദ്ധീകരിക്കണം. എങ്കിൽ 3 നോയുടെ കൂടെ 1 എസും കൂടി ഇടണം. 1 എസ്. ആ എസ് എന്നാന്നറിയാമോ? ദൈവത്തിന്റെ വചനം രാപ്പകൽ ധ്യാനിക്കണം. ദൈവത്തിന്റെ വചനം രാപ്പകൽ ധ്യാനിക്കണം. ഇനി സയൻസിൽ എന്നാ പറഞ്ഞെന്നറിയാമോ? 7 വയസ്സ് കഴിഞ്ഞാൽ ഇതാ കോൺഷ്യസ് മൈൻഡ് രൂപപ്പെടും.
ഇനി മനുഷ്യനിലേക്ക് അതേപോലെ മനുഷ്യന്റെ ഉള്ളിലേക്ക് അവന്റെ ഹാർട്ടിലേക്ക് എഴുതാൻ പറ്റില്ല. കാരണം ബാലിക്ക് സെക്യൂരിറ്റി വന്നു, കോൺഷ്യസ് മൈൻഡ് എത്തിക്കഴിഞ്ഞു. ഇനി സെക്യൂരിറ്റി വന്നുകൊണ്ട് അകത്തേക്ക് കയറാൻ പറ്റത്തില്ല. അപ്പോ ഈ സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞ എന്റെ വേടാട്ട് എടുത്തിട്ട് തന്നെ എനിക്ക് പറഞ്ഞത്. അപ്പോ സെക്യൂരിറ്റി വന്നിട്ട് അകത്തേക്ക് കയറാൻ പറ്റത്തില്ല. അപ്പൊ അവര് പറയുന്ന കാര്യം, ഇനി അകത്തേക്ക് കയറണമെങ്കിൽ ത്രൂ റിപ്പീറ്റേഷൻ ആവർത്തിക്കുക. ഒരു കാര്യം ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞൊരു കാര്യമില്ല, അത് പറ്റത്തില്ല. വീണ്ടും കേൾക്കുക, ആവർത്തിക്കുക. ബൈബിൾ ഭാഷ പറഞ്ഞാൽ ധ്യാനിക്കുക. ദൈവത്തിന്റെ വചനം നിരന്തരം നമ്മുടെ ധ്യാനമായി തീരുക. കോൺഷ്യസ് രൂപപ്പെട്ട അല്ലെങ്കിൽ ഇത് നിരന്തരം ധ്യാനമായി തീരുമ്പോ ഇത് കോൺഷ്യസിൽ നിന്ന് സബ് കോൺഷ്യസിലേക്ക് അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. അങ്ങനെ ഇത് ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ അകത്തുള്ള ഈ തിന്മകളെയൊക്കെ ഇത് എത്രത്തോളം കയറുന്നു അത്രത്തോളം ഇത് പുറത്താക്കും. അപ്പോ ഇനി നമുക്ക് ഗോഡൗൺ ക്ലീൻ ചെയ്യണം, ഗോഡൗൺ ഇന്ന് എടുത്ത് കളയണം. അപ്പൊ ഇത് 1-ാം സങ്കീർത്തനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്തെടുക്കുവാൻ നമുക്ക് ഇതാ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു തലം ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഒരു ചിത്രം കാണിച്ച് നമ്മളിതാ പ്രാർത്ഥിക്കുകയാണ് ഇതുമായൊരു ബന്ധത്തില്. ഓ ഫാദർ, അതിന്റെ ഡീറ്റെയിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷെ ചിത്രത്തിനൊരു ഗുണമുണ്ട്. 1000 വാക്കുകളേക്കാൾ ഒരു ചിത്രം നല്ലത്. ഫാദർ, താങ്ക് യു. നിങ്ങൾ ഇപ്പൊ കണ്ട ആ സംഭവമാണ് നമ്മുടെ മനുഷ്യന്റെ ഹൃദയമാണ്. ഈ ഹൃദയത്തിലേക്ക് ഇങ്ങനെ റേസ് വന്നുകൊണ്ടിരിക്കുന്നത് പോലെ ചുറ്റുമുള്ളത് വന്ന് കയറിക്കൊണ്ടേയിരിക്കും. അപ്പോ ഈ ഹൃദയത്തിന് ഹൃദയം അതാ മനുഷ്യന്റെ ആണ്. ഹൃദയം ഒരു മനുഷ്യനവിടെ കാണിച്ചിരിക്കുന്നു. ഈ മനുഷ്യന്റെ ചുറ്റും നമ്മൾ വേലി കെട്ടണം. ഈ പറഞ്ഞതുപോലെ നമ്മള് സങ്കീർത്തനത്തിൽ കണ്ടതുപോലെ പാപികളുടെ വഴിയിൽ നിൽക്കരുത്. വിക്കറ്റുമായിട്ടുള്ള കണക്ഷൻസ് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ അതിന്റെ ചുറ്റും അടുത്ത വേലി കെട്ടണം. 2ാമത്തെ വേലി പരിഹാസികളുടെ ഇരിപ്പിടത്തില് നിൽക്കുകയില്ല, പാപിയുടെ വഴിയിൽ നിൽക്കത്തില്ല. ഇനി അങ്ങനെ 2ാമത്തതും കഴിഞ്ഞതിന് ശേഷം 3ാമത്തതിലേക്ക് നമ്മൾ കയറണം, അടുത്തതിലേക്ക് കയറണം. ഒന്ന് വിക്കറ്റ് പേഴ്സൺ, അഭക്തരുടെ അഭക്തരുമായുള്ള കണക്ഷൻ ഞാൻ ഒഴിവാക്കുകയാണ്. 2ാമത്തത് പാപികളുടെ വഴിയിൽ നിൽക്കത്തില്ല. 3ാമത്തത് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഞാൻ ഇരിക്കത്തില്ല. ഈ 3 വേലി നമ്മുടെ ചുറ്റും ആദ്യം തന്നെ നമ്മൾ കെട്ടണം. എങ്ങനെ കെട്ടുക? മനസ്സിലൊരു തീരുമാനം. ആ തീരുമാനത്തിൽ നിലകൊള്ളാൻ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുക. സാമ്പത്തിക ലെവലിലേക്ക് വരുമ്പോ ദൈവം അനുമതി അടുത്ത ആഴ്ച നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാം. പ്രിയ സഹോദരങ്ങളെ, അവിടെ ഇതേപോലെ വേലി കെട്ടിയാൽ നാം രക്ഷപ്പെടുന്നത്. ഇവിടെ ഇതേപോലത്തെ വേലി, നോ നോ നോ, 3 കൂട്ടരിൽ നിന്ന് ഞാൻ എന്നെ തന്നെ വിടുവിക്കും. ഹല്ലേലൂയ. ദുഷ്ടന്മാരിൽ നിന്ന്, പാപികളിൽ നിന്ന്, പരിഹാസികളിൽ നിന്ന് എന്നെ വിടുവിക്കാൻ ഞാൻ അദൃശ്യമായ 3 വേലികൾ, ഒരു തീരുമാനം ഞാൻ എടുക്കുകയാണ്. ഇനി അടുത്ത് എന്ത് ചെയ്യണം? അതോടുകൂടി പുറത്തുനിന്ന് എന്റെ അകത്തേക്ക് വരുന്ന, ഹൃദയത്തിലേക്ക് വരുന്ന തിന്മകളെ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. ഇനി അടുത്തത് അകത്ത് ഗോഡൗൺ, എന്റെ ഹൃദയത്തിലുള്ള തിന്മകൾ അതിനെടുത്ത് കളയണ്ടേ. അതിനെ എന്ത് ചെയ്യണം? അവിടെ പറയുന്നു, 1-ാം സങ്കീർത്തനത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതിനവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ഈസ് ബ്ലെസ്ഡ്. എന്ത് ചെയ്യണം? ആ ദൈവ വചനത്തിൽ സന്തോഷിച്ച് അതിനെ രാപകൽ ധ്യാനിക്കണം. ഇതാണ് സയൻസ് പറയുന്നത്. റിപ്പീറ്റ് ആയിട്ട് കേൾക്കുക, റിപ്പീറ്റ് ആയിട്ട് ചിന്തിക്കുക, റിപ്പീറ്റ് ആയിട്ട് വീണ്ടും ആവർത്തിച്ച് കേൾക്കുക. ഇതാണ് ബൈബിൾ ഭാഷയിൽ പറഞ്ഞാൽ ധ്യാനിക്കുക. രാപകൽ ധ്യാനിച്ചാൽ പിന്നെ അവിടെ സെക്യൂരിറ്റി വന്നെങ്കിലും നോ പ്രോബ്ലം. ആ സെക്യൂരിറ്റിയെ ഭേദിച്ച് ഇതകത്തേക്ക് കടന്നുപോകാനായിട്ട്. പ്രിയ സഹോദരങ്ങളെ, കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകേണ്ടത് എങ്ങനെയെന്ന് അറിവില്ലാത്തത് കൊണ്ടാണ്, പരിജ്ഞാനമില്ലാത്തത് കൊണ്ടാണ് ജനം നശിക്കുന്നത്. ഈ നാളുകളിൽ
അകത്തെ ദേവാലയം പണിത് ദൈവം അവിടെ വസിച്ച് ദൈവം നമ്മളിലൂടെ നടക്കുവാൻ തക്കവണ്ണം, ഇതാ പ്രിയ സഹോദരങ്ങളെ, ദൈവം അതിലൂടെ നടക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മൾ ഒരുക്കുക. ഇതുകൊണ്ടാണ് നാം നേരത്തെ കേട്ടത്, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വസിച്ച്. വേറെ ഒന്നുമല്ല വസിക്കേണ്ടത്. തെമ്മാടിത്തരവും കള്ളത്തരവും കൊള്ളത്തരവും കള്ളും കഞ്ചാവും കുറ്റം പറച്ചിലും ഒന്നുമല്ല നമ്മുടെ ഉള്ളിൽ വസിക്കേണ്ടത്. ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കണം. ഉള്ളിൽ വസിച്ചിട്ട് നമ്മിലൂടെ നടക്കണം. അതിനുള്ള ദേവാലയ പണി നടക്കേണ്ടതിന് പകരം ഈ അറിവില്ലാത്ത വിഷയങ്ങൾ, പല പല വിഷയങ്ങളിൽ നമ്മൾ പുറത്ത് കുടുങ്ങി അവസാനിക്കാതെ, ദൈവവചനം പറയുന്നത് പോലെ നമ്മുടെ കുടുംബ ജീവിതം, ജീവിത പങ്കാളിയായിട്ടുള്ള ജീവിതം, മക്കളുമായിട്ടുള്ള ജീവിതം, ഇതൊക്കെ നമ്മള് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനോഹരമായി കൺസ്ട്രക്ട് ചെയ്ത് ഭൂമിയിൽ നമ്മള് മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് മോഡൽ, സ്വർഗം പറയുമ്പോൾ ഒരു മോഡൽ കുടുംബമായി നമ്മൾ ഓരോരുത്തരും മാറുവാൻ ദൈവത്തിന്റെ കൃപയിൽ കഴിയത്തില്ല. ദൈവം ചെയ്തു തരും. എങ്ങനെ? ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം നമുക്ക് ചെയ്തു തരും. ആ പരിജ്ഞാനം ദൈവം നമുക്ക് നൽകും. ആ ദൈവത്തിലുള്ള ആശ്രയമാണ് സകലത്തെയും മനോഹരമാക്കി മാറ്റുന്നത്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ, സ്ത്രീ പുരുഷന് ഒരു മഹത്വമാണ്, പുരുഷൻ സ്ത്രീക്ക് ഒരു മഹത്വമാണ്, കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാർക്ക് ഒരു പ്രമോദമാണ്, ആനന്ദമാണ്. അങ്ങനെ എല്ലാവരും പരസ്പരം ദൈവത്തിൽ നിലനിന്നുകൊണ്ട് വർദ്ധിക്കുവാൻ നമുക്ക് ദൈവത്തിൽ ശരണപ്പെടാം, ദൈവത്തിൽ ആശ്രയിക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം, നമ്മുടെ കണ്ണിലടയ്ക്കാം, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചാൽ. കേട്ട വചനത്തിന്റെ കീഴില് ദൈവത്തിന്റെ പരിജ്ഞാനവും പ്രാപിച്ച് കുടുംബങ്ങളെ സ്വർഗമാക്കി മാറ്റി ദൈവം തന്റെ ചിന്തകളെ നമുക്ക് തരിക. കുഞ്ഞുങ്ങൾ നമുക്കൊരു പ്രമോദമായി തീരണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ബൈബിൾ പറഞ്ഞു. ഇന്ന് കുഞ്ഞുങ്ങൾ പലർക്കും തലവേദന. പ്രമോദമായി മാറണമെങ്കിൽ എന്ത് വേണം? അവളെ ചെറുപ്പത്തിലെ നമ്മൾ ട്രെയിൻ ചെയ്യുവാൻ, പരിശീലിപ്പിക്കുവാൻ ദൈവവചനം നമ്മളെ ആവശ്യപ്പെടുക. പലപ്പോഴും നമ്മൾ വയറുമായി ബന്ധപ്പെട്ട ഭാവിയിൽ മാത്രം അവരെ ട്രെയിൻ ചെയ്യുന്ന അവസ്ഥയിലായിപ്പോയി. ഇവൻ ദൈവവചനം കേൾക്കേണ്ട സമയം പോലും അവരെ ട്യൂഷൻ എന്നും പറഞ്ഞ്, ക്ലാസ് എന്നും പറഞ്ഞ് വിട്ട് വയറുമായി ചെമത്തേരി കൊണ്ട് അവസാനിപ്പിക്കുന്നതിന് പ്രാധാന്യം കൊടുത്ത മാതാപിതാക്കന്മാര് ആണ് നമ്മിൽ പലരും. എന്നിട്ട് ഇന്ന് പലപ്പോഴും നമ്മൾ കരയുന്നു, അയ്യോ എന്റെ മോൻ, അയ്യോ എന്റെ മോൾ, എനിക്കിപ്പോ ഒരു പ്രമോദമല്ല, എനിക്കൊരു തലവേദനയായി മാറി. അങ്ങനെയെങ്കിൽ നമ്മുടെ തെറ്റുകൾ എവിടെയൊക്കെയാണ് നമ്മൾ വീണുപോയത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അസ്വർഗീയ പിതാവിന്റെ സന്നിധിയിൽ, എന്റെ അപ്പ, എനിക്ക് ഈ പരിജ്ഞാനം ഇല്ലായിരുന്നു, പരിജ്ഞാനമില്ലാത്തതുകൊണ്ട് ഞാൻ നശിച്ചു പോകുന്നു. ഇന്ന് എനിക്ക് അങ്ങ് തന്ന പരിജ്ഞാനത്തിനായി ഞാൻ നന്ദി പറയും. എന്റെ തെറ്റുകൾ, എന്റെ പാപങ്ങൾ, എന്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ കർത്താവേ. അറിവില്ലാത്ത കാലത്ത് എന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, എന്റെ മക്കളുടെ മുമ്പിൽ ദുർമാതൃകയായത്, അവരെ ഞാൻ ട്രെയിൻ ചെയ്യിക്കാതിരുന്നത്, പരിശീലിപ്പിക്കാതിരുന്നത് ഒക്കെ എന്റെ തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കും. അങ്ങനെ വചനത്തിന് വേണ്ട പ്രാധാന്യം കൊടുക്കാതെ ഞാൻ നിലനിന്നു. എന്റെ കർത്താവ് എന്നോട് ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ. എന്നെയും എന്റെ കുടുംബത്തെയും അങ്ങ് വീണ്ടെടുക്കണമേ, എന്റെ മക്കളെയും വീണ്ടെടുക്കണമേ കർത്താവേ. അങ്ങയുടെ ദാസനിലൂടെ ഞങ്ങൾ കേട്ടല്ലോ കർത്താവേ. മക്കൾ വലുതായ പരിശീലനത്തിന്റെ സമയം കഴിഞ്ഞ് അവർ ദൂരെ ആയാൽ പിന്നെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് അങ്ങ് എന്നോട് പറഞ്ഞില്ലേ? നീ ഒരു യഹോഭക്തനായ പുരുഷനാകുക, യഹോഭക്തിയായ സ്ത്രീയാകുക. എങ്കിൽ നിന്റെ ജീവിത പങ്കാളിയെ നിന്റെ ഭവനത്തിനത് ഫലസമൂഹമായി മുന്തിരി വഴി ആക്കുന്നത് യഹോവയാണ്. നിന്റെ മക്കളെ നിന്റെ മേശയ്ക്ക് ഒലിവുതൈകളാക്കുന്ന യഹോവയാണ്. കർത്താവേ, ഇതാ ഞാൻ വചനത്തെ ഞാൻ ആശ്രയിക്കും. ഇനി മുതൽ ഒരു യഹോഭക്തിയായ സ്ത്രീയായി, യഹോഭക്തിയായ പുരുഷനായി, എന്റെ ചിന്തയിലെ യഹോഭക്തിയല്ല കർത്താവേ, അങ്ങയുടെ ചിന്തയിലെ യഹോഭക്തിയിൽ ഞാൻ നിലനിൽക്കുവാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്.
എന്നെ സ്വീകരിക്കണം, എന്നെ സ്വീകരിക്കണമേ. എന്റെ കുടുംബങ്ങളെ അങ്ങ് പണിതെടുക്കണം, ഉദ്ധരിക്കണമേ. ഇത് അതിനായി എന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. അങ്ങ് സ്വീകരിക്കണമേ കർത്താവേ. എത്ര പേര് സമർപ്പിക്കും? എത്ര പേര് സമർപ്പിക്കും? ഓ സ്വർഗീയ പിതാവിന്റെ ചിന്തകൾക്ക് മുമ്പായി എത്ര പേര് സമർപ്പിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞാനൊരു തീരുമാനമെടുക്കുന്നു. ദുഷ്ടന്മാരുടെ കർത്താവെ ആലോചന പ്രകാരം ഇനി ഞാൻ നടക്കത്തില്ല. കർത്താവെ, ആ വേലി ഞാൻ കെട്ടുകയാണ്. പാപികളുടെ വഴി ഞാൻ നിൽക്കത്തില്ല കർത്താവെ, ആ വേലി ഞാൻ കെട്ടുകയാണ്. പരിഹാസിൽ ഇരുപ്പെടുന്ന ഞാൻ ഇരിക്കത്തില്ല കർത്താവെ, ആ വേലി ഞാൻ കെട്ടുകയാണ്. നോ നോ നോ. കർത്താവെ, നീ എന്താ തീരുമാനമെടുക്കുന്നു? വൺ യെസ്. അങ്ങയുടെ വചനത്തെ ഞാൻ രാപകൽ ധ്യാനിക്കും. അങ്ങയുടെ വചനത്തെ ഞാൻ രാപകൽ ധ്യാനിക്കും കർത്താവെ. അതിനായി എന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. സ്വീകരിക്കണേ അപ്പ, സ്വീകരിക്കണേ. എത്ര പേര് ദൈവസന്നിധി സമർപ്പിക്കുന്നു? എത്ര പേര് പ്രാർത്ഥിക്കുന്ന? പ്രിയ കുഞ്ഞേ, ഇപ്പോൾ ഞാനുമായിട്ടല്ല, നിങ്ങളുടെ ദൈവ സൃഷ്ടാവുമായിട്ടാണ് നിങ്ങളുടെ ബന്ധം. ഓ, ഞാനൊരു ചാനൽ മാത്രമായിരുന്നു. ദൈവമായിട്ട് ബന്ധപ്പെട്ട ഓരോ വ്യക്തികളും ദൈവമായിട്ട് ബന്ധപ്പെടണം. താങ്ക് യു ഡാഡി, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. സ്വകീയ പിതാവേ, ഈ മക്കൾക്ക് വേണ്ടി, അടിയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദ കാഴ്ച പരിധിയിലുള്ള ഇനിയും ഇതിനെ കാണുവാനും കേൾക്കുവാനും മനസ്സിലാക്കാൻ പോകുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവേ, പരിജ്ഞാനമില്ലാത്ത നശിച്ചു പോകുന്ന ഒരു കൂട്ടച്ഛൻ, അങ്ങയുടെ ജ്ഞാനം, അങ്ങയുടെ പരിജ്ഞാനം ഞങ്ങൾക്ക് തന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മക്കളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ. അപ്പൊ ഈ വചനം അവർ കേട്ടു. പക്ഷേ ഇതനുസരിക്കണമെങ്കിൽ അങ്ങയുടെ കൃപയില്ലാതെ കഴിയില്ലപ്പ. ഓ, അങ്ങയുടെ കൃപ ഓരോ മക്കൾക്ക് കൊടുക്കുകയാണ്. അങ്ങയുടെ കൃപ ഓരോ മക്കൾക്ക് കൊടുക്കുകയാണ്. അങ്ങയുടെ പരിജ്ഞാനത്താൽ, അങ്ങയുടെ വചനത്താൽ കുടുംബജീവിതം നയിക്കപ്പെട്ട ആ കുടുംബജീവിതങ്ങളൊക്കെ കർത്താവേ, പിശാച് നരകമാക്കി മാറ്റിയതിനൊക്കെ അങ്ങ് സ്വർഗമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ മക്കളെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പ ഒരു അനുഗ്രഹമായി വെളിപ്പെടട്ടെ, ഒരു അനുഗ്രഹമായി വെളിപ്പെടട്ടെ കർത്താവേ. ഇപ്പോൾ ശാരീരികമായി ആരെങ്കിലും കഷ്ടതയും ദുരിതവും രോഗത്തിലായിരിക്കുന്നുവെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, അങ്ങ് അടിയന് തന്നിട്ടുള്ള അധികാരത്തിനോട് അവരുടെ കൽപ്പിക്കുന്ന യേശുവിന്റെ നാമത്തെ സൗഖ്യം പ്രാപിക്കുന്നു. ആ രോഗശക്തികളെ ശാസിക്കുന്നു, വിട്ടുമാറുവാൻ കൽപ്പിക്കുന്ന വേദനകൾ യേശുനാഥൻ വിട്ടുമാറട്ടെ. സമാധാനമില്ലാത്ത മനുഷ്യരുടെ യേശുവിന്റെ സമാധാനം ഇവിടെ മേൽ കൽപ്പിക്കുകയാണ്. ദൈവ സമാധാന സകല മനുഷ്യബുദ്ധിയെയും കവിത ദൈവിക സമാധാനം ഇവരുടെ ഹൃദയങ്ങളെയും നിലവുകളെയും മൂടട്ടെ. ചിലത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സാമ്പത്തികമായി ഭാരപ്പെടുന്ന വ്യക്തിത്വങ്ങളുടെ മേൽ ദൈവത്തിന്റെ വഴികൾ തുറക്കട്ടെ, ദൈവത്തിന്റെ വഴികൾ തുറക്കട്ടെ. മടിമൂലം അടങ്ങിയിരിക്കുന്നവരുടെ മേൽ അവരുടെ മടികൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാം ഉത്സാഹമുള്ളവരായി തീരട്ടെ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഉത്സാഹമുള്ള ഒരു ബോഡി ഓഫ് ക്രൈസ്റ്റ് വെളിപ്പെടട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നാമത്തിൽ ചിലത്തെ അനുഗ്രഹിക്കുന്നു. ഒരു അനുഗ്രഹമായി വെളിപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. താങ്ക് യു ഡാഡി, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഹല്ലേലൂയ. ഫേസ്ബുക്കിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളും, നിങ്ങൾക്ക് മാത്രമല്ല എല്ലാ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇതിൽ അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ വചനത്തിലൂടെ നമുക്ക് നമ്മുടെ കുടുംബജീവിതങ്ങളെ സ്വർഗമാക്കി മാറ്റുവാൻ തക്കവണ്ണം നമ്മളുടെ സമയം ഒട്ടും ദുഷ്ടൻ അപഹരിക്കാതെ ആ ദേവാലയം പണി നമുക്ക് ഫോക്കസ് ചെയ്യാം, കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യം മറക്കരുത്. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. അതുവഴി നമുക്ക് മറ്റുള്ളവരുടെ കുടുംബജീവിതവും പണിയാം. God be with you. Praise the Lord. Praise the Lord. Praise the Lord.